ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ SCRT ക്ലാസ്സിൽ നമ്മൾ 8th സ്റ്റാൻഡേർഡിലെ ഒരു ചാപ്റ്ററാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. ഭൂമിയുടെ ചലനങ്ങൾ, ഭ്രമണവും പരിക്രമണവും എന്നതാണ്. SCRT ഫസ്റ്റ് സോഷ്യൽ സയൻസിൻ്റെ ഫസ്റ്റ് ടെക്സ്റ്റിലെ ഭാഗമാണ്. 8th സ്റ്റാൻഡേർഡിലെയാണ് ഭൂമിയുടെ ചലനങ്ങൾ, ഭ്രമണവും പരിക്രമണവും എന്നത്. നമ്മൾ ഇതുവരെയുള്ള ക്ലാസ്സുകളിൽ കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ടും ഭൗമോപരിതലത്തിലെ സവിശേഷതകളും അതുപോലെ ഭൂപ്രകൃതിയൊക്കെയാണ് പഠിച്ചു വന്നത്. നമ്മളത് കണ്ടിന്യൂഷൻ പോലെ കംപ്ലീറ്റ് ആയിട്ട് ഒറ്റ സ്ട്രെച്ചിന് തീർത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് മൊത്തത്തിൽ കൺഫ്യൂഷൻ ആയിപ്പോവും. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു ചാപ്റ്റർ ചൂസ് ചെയ്തിട്ടുള്ളത്. ഭൂമിയുടെ ചലനങ്ങൾ, ഭ്രമണവും പരിക്രമണവും. അപ്പോൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്. ഈ ഒരു ചാപ്റ്ററിൽ ഇതിവിടെ ആദ്യം തന്നിട്ടുള്ളത് ഒരു ഓസ്ട്രേലിയയിലും ഇന്ത്യയിലുമുള്ള സുഹൃത്തുക്കളുടെ സംഭാഷണമാണ്. അപ്പോൾ ആദ്യം നോക്കിക്കേ. ഹലോ ശ്രുതി, ഹാപ്പി ന്യൂ ഇയർ. ആഘോഷങ്ങളൊക്കെ തുടങ്ങിയോ? ഹായ് രാഹുൽ, ഇവിടെ ഇന്ത്യയിൽ ന്യൂ ഇയർ ആയിട്ടില്ല. ഇനിയും 5.5 മണിക്കൂർ കൂടി വേണം ന്യൂ ഇയർ ആവാൻ. ശരിയാ, ഞാനത് മറന്നു. ഇവിടെ ഓസ്ട്രേലിയയിൽ ഇന്ത്യക്ക് മുൻപേ ന്യൂ ഇയർ എത്തുമല്ലോ. എങ്ങനെയുണ്ട് അവിടെ കാലാവസ്ഥ? ഇവിടെ നല്ല തണുപ്പാണ്. വൈകുന്നേരം നേരത്തെ ഇരുട്ട് വീഴും. അതല്ലേ തമാശ, ഇവിടെ ഇപ്പോൾ വേനൽക്കാലമാണ്. രാത്രി 8 മണി വരെ സൂര്യപ്രകാശം ഉണ്ടാവും. അപ്പോൾ നമുക്ക് മനസ്സിലായി ഓസ്ട്രേലിയയിലും ഇന്ത്യയിലുമുള്ള രണ്ട് പേരുടെ ഒരു കോൺവെർസേഷനിൽ നിന്ന് നമുക്ക് മനസ്സിലായി കാലാവസ്ഥ അതുപോലെ സമയവ്യത്യാസം ഇവയെല്ലാം വളരെയധികം വ്യത്യാസപ്പെട്ടിരിക്കുന്നു. 2 കോണ്ടിനെൻറ്റിലായതുകൊണ്ടാണ്. അപ്പോൾ നോക്കാം. 2 വ്യത്യസ്ത സ്ഥലങ്ങളിൽ അനുഭവപ്പെടുന്ന സമയ വ്യത്യാസവും അവിടെയുള്ള ഋതുക്കളിലെ മാറ്റങ്ങളുമാണ് ഈ ഒരു സംഭാഷണത്തിൽ പ്രതിപാദിക്കുന്നത്. ദൈനംദിന ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന ഈ പ്രതിഭാസങ്ങളുടെ സവിശേഷതകളാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഒന്നാമതായിട്ട് ഭ്രമണം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചതാണ്. ഭ്രമണം കാരണമാണ് രാവും പകലും ഉണ്ടാവുന്നത്. അതുപോലെ പരിക്രമണം കാരണമാണ് ഋതുക്കൾ ഉണ്ടാവുന്നത് എന്ന്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു പോയിന്റാണ് പറയുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച പോർഷൻ്റെ എക്സ്റ്റെൻഡഡ് വേർഷൻ ആയിരിക്കും ഇന്നത്തെ ക്ലാസ്സിൽ ഉണ്ടാവുക. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച പോർഷൻസ് ഒക്കെ ഒന്ന് റിവൈസ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷനാണ്. കൂടുതൽ പോയിന്റ്സ് ആഡ് ഓൺ ചെയ്യാനായിട്ടുള്ള ഒരു ചാൻസും കൂടിയാണ്. ഓക്കെ, അപ്പോൾ പഠിക്കാം. ഭ്രമണം, റൊട്ടേഷൻ. ഭ്രമണവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്. ഭൂമിയുടെ ഭ്രമണ ദിശ എങ്ങോട്ടേക്കാണ്? പിക്ചർ നോക്കിയിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ അച്ചുതണ്ടിൻ്റെ ചരിവും എവിടേക്കാണ് എന്നുള്ളതാണ് എഴുതേണ്ടത്. ഇവിടെ നോക്കിക്കേ പിക്ചറിൽ. ഇവിടെ പടിഞ്ഞാറ്, കിഴക്ക്. ഭൂമിയുടെ ഭ്രമണ ദിശ കണ്ടോ, ഇതുപോലെയാണ്. പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ്. പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടേക്കാണ് ഭൂമിയുടെ ഭ്രമണ ദിശ വരുന്നത്. ഇനി അച്ചുതണ്ടിൻ്റെ ചരിവ്, ഇതാണ് ഭൂമിയുടെ അച്ചുതണ്ട്. അച്ചുതണ്ടിൻ്റെ ചരിവ് 23.5 ഡിഗ്രിയാണ്. 23.5 ഡിഗ്രിയാണ്. ഓക്കെ, ഭൂമിയുടെ ഭ്രമണ ദിശ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടേക്കാണ്. അച്ചുതണ്ടിൻ്റെ ചരിവ് 23.5 ഡിഗ്രിയാണ്. ഇവിടെ ഭൂമിയുടെ ഭ്രമണദിശ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടേക്ക് ആയതുകൊണ്ടാണ് ഭൂമിയിൽ നമുക്ക് സൂര്യൻ കിഴക്കുദിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്നതായിട്ട് തോന്നുന്നത്. കിഴക്കുദിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നതിന് കാരണം ഭൂമിയുടെ ഭ്രമണദിശ ഇങ്ങനെ ആയതുകൊണ്ടാണ്. പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടേക്ക് ആയതുകൊണ്ടാണ്. അപ്പോൾ ഭൂമിയിൽ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടേക്കാണ്. എന്നാൽ എല്ലാ ഗ്രഹങ്ങളിലും അങ്ങനെയാണോ? അങ്ങനെയല്ല കേട്ടോ. ശുക്രൻ, യുറാനസ് എന്നിവയ്ക്ക് വ്യത്യാസമുണ്ട്. സൗരയുധത്തിലെ ശുക്രനും യുറാനസും ഒഴികെയുള്ള ഗ്രഹങ്ങളുടെ ഭ്രമണദിശ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടേക്കാണ്. നമ്മുടെ ഭൂമിയിലേതുപോലെ തന്നെയാണ് മറ്റ് ഗ്രഹങ്ങളുടേത്, ശുക്രനും യുറാനസും ഒഴികെ. ശുക്രൻ്റെയും യുറാനസിൻ്റെയും ഭ്രമണദിശ എതിർദിശയിലേക്കാണ്. അതായത് കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടേക്കാണ്. അപ്പോൾ ശുക്രനിലൊക്കെ ഭൂമിയിലുള്ളതുപോലെ കിഴക്കായിരിക്കില്ല സൂര്യൻ ഉദിക്കുന്നതായിട്ട് അനുഭവപ്പെടുന്നത്, പടിഞ്ഞാറായിരിക്കും. ശുക്രനിൽ പടിഞ്ഞാറ് ദിശയിലായിരിക്കും സൂര്യൻ ഉദിക്കുന്നതായിട്ട് അനുഭവപ്പെടുന്നത്. അപ്പോൾ ഭ്രമണ ഫലമായിട്ടാണ് നമുക്ക് രാവും പകലും ഒക്കെ ഉണ്ടാകുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. ഭ്രമണത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്ന പ്രധാന മാറ്റങ്ങളാണ് ദിനരാത്രങ്ങളും അതുപോലെ കോറിയോലിസിസ് പ്രഭാവവും. ഭ്രമണത്തിൻ്റെ ഫലമായി നമുക്ക് ദിനരാത്രങ്ങൾ സംഭവിക്കുന്നു, കോറിയോലിസിസ് പ്രഭാവവും ഉണ്ടാകുന്നു. അപ്പോൾ ദിനരാത്രങ്ങൾ എന്താണ് നോക്കാം. ഭ്രമണം പൂർത്തിയാക്കാൻ ഭൂമി എടുക്കുന്ന സമയം 24 മണിക്കൂർ, അതായത് 23 മണിക്കൂർ, കുറച്ചുകൂടെ അക്യുറേറ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ 23 മണിക്കൂർ 56 മിനിറ്റ് 4 സെക്കൻഡാണ് ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ ഭൂമി എടുക്കുന്ന സമയം.
24 മണിക്കൂറാണ്. അതാണ് നമ്മുടെ ഒരു ദിവസം എന്ന് പറയുന്നത്. ഭൂമിക്ക് പ്രകാശം ലഭിക്കുന്നത് സൂര്യനിൽ നിന്നാണ്. ഭ്രമണവേളയിൽ സൂര്യന് അഭിമുഖമായി വരുന്ന ഭാഗത്ത് പകലും മറുഭാഗത്ത് രാത്രിയും അനുഭവപ്പെടുന്നു. ഇത് ഇവിടെ പിക്ചറിൽ തന്നിട്ടുണ്ട്. ഭ്രമണ സമയത്ത് സൂര്യന് അഭിമുഖമായിട്ട് വരുന്ന ഭാഗത്ത് പകലും അതുപോലെ അതിന് എതിർഭാഗത്ത് വരുന്ന മറുഭാഗത്ത് രാത്രിയുമാണ് അനുഭവപ്പെടുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഭൂമിയിലെ രാത്രിയെയും പകലിനെയും വേർതിരിക്കുന്ന സാങ്കല്പിക രേഖയാണ് പ്രകാശവൃത്തം അല്ലെങ്കിൽ സർക്കിൾ ഓഫ് ഇലൂമിനേഷൻ എന്ന് പറയുന്നത്. ഇതിവിടെ തന്നിട്ട് ഇതാണ് പ്രകാശവൃത്തം. ഇതിങ്ങനെ ഗ്ലോബിനെ ചുറ്റി വരും, ഭൂമിയെ ചുറ്റി വരുന്ന ഒരു സാങ്കല്പിക രേഖയാണ്. പകലിനെയും രാത്രിയെയും വേർതിരിക്കുന്ന രേഖയെ പ്രകാശവൃത്തം അല്ലെങ്കിൽ സർക്കിൾ ഓഫ് ഇലൂമിനേഷൻ എന്നാണ് പറയുന്നത്. ഈ ഒരു പിക്ചറിൽ തന്നെ നോക്കിയാൽ നമുക്കറിയാം, ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ അതേപോലെയുള്ള സമാന്തര രേഖയിലല്ല നമുക്ക് പ്രകാശവൃത്തം കാണാനായിട്ട് സാധിക്കുന്നത്. പ്രകാശവൃത്തം കൃത്യമായി ഭൂമിയെ അല്ലെങ്കിൽ ആ ഗ്ലോബിനെ പകുതിയായിട്ട് ഭാഗിക്കുന്നുണ്ട്. എന്നാൽ അച്ചുതണ്ട് ആ ഒരു 23.5 ഡിഗ്രി ചെരിവ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അത്തരത്തിലാണ് ഒരു ഭ്രമണം ഭൂമി പൂർത്തിയാക്കുന്നത്. ഭ്രമണത്തിൻ്റെ അടുത്ത ഫലമായിട്ടുള്ള കോറിയോലിസിസ് പ്രഭാവമാണ് ഇനി പറയുന്നത്. കോറിയോലിസിസ് പ്രഭാവം അല്ലെങ്കിൽ കോറിയോലിസിസ് എഫക്റ്റ്. ഭ്രമണം മൂലം ഭൗമോപരിതലത്തിൽ സ്വതന്ത്രമായി ചലിക്കുന്ന വസ്തുക്കൾക്ക് ദിശാവ്യതിയാനം സംഭവിക്കുന്നു. ഭ്രമണം മൂലം ഭൗമോപരിതലത്തിൽ സ്വതന്ത്രമായി ചലിക്കുന്ന വസ്തുക്കൾക്ക് ദിശാവ്യതിയാനം സംഭവിക്കുന്നു. ഇതിന് കാരണമായിട്ടുള്ള ബലത്തെയാണ് കോറിയോലിസിസ് പ്രഭാവം അല്ലെങ്കിൽ കോറിയോലിസിസ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഈ ഒരു ബലം കാരണം, കോറിയോലിസിസ് ബലം കാരണം ഉണ്ടാകുന്ന ദിശാവ്യതിയാനത്തെ കോറിയോലിസിസ് പ്രഭാവം എന്നും പറയുന്നു. കോറിയോലിസിസ് എഫക്റ്റ് എന്ന് പറയുന്നു. ഭ്രമണം മൂലം ഭൗമോപരിതലത്തിൽ സ്വതന്ത്രമായി സഞ്ചരിക്കുന്ന വസ്തുക്കൾക്ക് ദിശാവ്യതിയാനം സംഭവിക്കുന്നു. ഇത്തരത്തിൽ ദിശാവ്യതിയാനത്തിന് കാരണമാകുന്ന ബലമാണ് കോറിയോലിസിസ് ഫോഴ്സ് അല്ലെങ്കിൽ കോറിയോലിസിസ് ബലം. ഇത്തരത്തിൽ കോറിയോലിസിസ് ബലം മൂലം ദിശാവ്യതിയാനം സംഭവിക്കുന്നതിനെയാണ് നമ്മൾ കോറിയോലിസിസ് പ്രഭാവം എന്ന് പറയുന്നത്. അതൊക്കെയാണല്ലോ. ഓക്കെ. കോറിയോലിസിസ് പ്രഭാവത്താൽ സമുദ്രജല പ്രവാഹങ്ങളുടെയും കാറ്റുകളുടെയും സഞ്ചാരദിശ ഉത്തരാർദ്ധഗോളത്തിലും ദക്ഷിണാർദ്ധഗോളത്തിലും വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നതാണ് ഇവിടെ പറയുന്നത്. ഫെറൽ നിയമം അല്ലെങ്കിൽ ഫെറൽസ് ലോയിൽ പറയുന്നതാണ് ഇവിടെ പറയുന്നത്. കോറിയോലിസിസ് പ്രഭാവം കൊണ്ട് സമുദ്രജല പ്രവാഹത്തിൻ്റെയും കാറ്റുകളുടെയും ഒക്കെ സഞ്ചാരദിശ ഉത്തരാർദ്ധഗോളത്തിൽ വലത് ഭാഗത്തേക്കും ദക്ഷിണാർദ്ധഗോളത്തിൽ ഇടതുവശത്തേക്കും വ്യതിചലിക്കുന്നു എന്ന് കണ്ടെത്തിയ നിയമമാണ് ഫെറൽ നിയമം. കണ്ടെത്തിയത് അഡ്മിറൽ ഫെറൽ ആണ്. ഇദ്ദേഹമാണ് അഡ്മിറൽ ഫെറൽ. ഇദ്ദേഹം കണ്ടെത്തിയ നിയമമാണ് ഫെറൽസ് ലോ അല്ലെങ്കിൽ ഫെറൽ നിയമം. ഫെറൽ നിയമപ്രകാരം എന്താണ്? കോറിയോലിസിസ് പ്രഭാവം കാരണം സമുദ്രജല പ്രവാഹത്തിൻ്റെയും കാറ്റിൻ്റെയും സഞ്ചാരദിശ ഉത്തരാർദ്ധഗോളത്തിൽ വലതുവശത്തേക്കും ദക്ഷിണാർദ്ധഗോളത്തിൽ ഇടതുവശത്തേക്കുമാണ് എന്നാണ് അഡ്മിറൽ ഫെറൽ കണ്ടെത്തിയ നിയമം, ഫെറൽ നിയമം പറയുന്നത്. ഇത്തരത്തിൽ വ്യതിചലിക്കുന്നു എന്ന്, സഞ്ചാരദിശ വ്യതിചലിക്കപ്പെടുന്നു എന്ന്, കോറിയോലിസിസ് പ്രഭാവം കാരണം വ്യതിചലിക്കുന്നു എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഇവിടെ താഴെ 2 വസ്തുതകൾ തന്നിട്ടുണ്ട്. അവയുടെ കാരണമാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മളിപ്പോൾ പഠിച്ച കാരണം തന്നെയാണ്. എന്താണെന്ന് നോക്കാം. സൂര്യൻ കിഴക്ക് ഉദിക്കുകയും പടിഞ്ഞാറ് അസ്തമിക്കുകയും ചെയ്യുന്നു. എന്താണ്? നമ്മളിപ്പോൾ പറഞ്ഞു തന്നെയാണ്. നിങ്ങൾക്ക് ആൻസർ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. ഭൂമിയുടെ ഭ്രമണദിശ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടേക്ക് ആയതുകൊണ്ടാണ് സൂര്യൻ കിഴക്കുദിക്കുന്നതായും പടിഞ്ഞാറ് അസ്തമിക്കുന്നതായും നമുക്ക് തോന്നിയത്. ആൻസർ കിട്ടിയിട്ടുണ്ടാവണം കേട്ടോ. എന്നാലേ നമുക്കിത് പഠിച്ചു എന്നും ഉറപ്പിച്ച് പറയാനായിട്ട് പറ്റുള്ളൂ. ഇത് മാത്രമല്ല, എല്ലാ ആക്ടിവിറ്റികളുടെയും. ഓക്കെ. ഇരു അർദ്ധഗോളങ്ങളിലും സ്വതന്ത്രമായി ചലിക്കുന്ന വസ്തുക്കൾക്ക് ദിശാവ്യതിയാനം ഉണ്ടാകുന്നു എന്ന് നമ്മൾ പറഞ്ഞു. ഇരു അർദ്ധഗോളങ്ങളിലും സ്വതന്ത്രമായി ചലിക്കുന്ന വസ്തുക്കൾക്ക് ദിശാവ്യതിയാനം ഉണ്ടാകുന്നതിന് കാരണം എന്താണ് നമ്മൾ പറഞ്ഞത്? നമ്മൾ പറഞ്ഞിട്ടുണ്ട് സ്വതന്ത്രമായി ചലിക്കുന്ന വസ്തുക്കൾക്ക് ദിശാവ്യതിയാനം സംഭവിക്കുന്നത് കോറിയോലിസിസ് പ്രഭാവം കാരണമാണ്. അതുപോലെ ഇവിടെ സഞ്ചാര ദിശയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നു എന്ന് പറഞ്ഞതാണ് ഫെറൽ നിയമം. ഓക്കെ. അപ്പോൾ ഇരു അർദ്ധഗോളങ്ങളിലും സ്വതന്ത്രമായി ചലിക്കുന്ന വസ്തുക്കൾക്ക് ദിശാവ്യതിയാനം ഉണ്ടാകുന്നത് കോറിയോലിസിസ് പ്രഭാവം കാരണമാണ്.
ഓക്കെ, ഇനി നമുക്ക് ഭ്രമണം പറഞ്ഞു കഴിഞ്ഞു. അടുത്തത് പരിക്രമണമാണ്. റെവല്യൂഷൻ, പരിക്രമണം. ഇവിടെ പിക്ചറിലേക്ക് നോക്കുക. ഭൂമിയുടെ റെവല്യൂഷൻ്റെ പല തലത്തിലുള്ള ഫോട്ടോസാണ് തന്നിട്ടുള്ളത്, പിക്ചറൈസ് ചെയ്ത് തന്നിട്ടുള്ളത്. ഭൂമി അതിൻ്റെ അച്ചുതണ്ടിൽ കറങ്ങുന്നതിനോടൊപ്പം, ഭ്രമണത്തോടൊപ്പം തന്നെ ഭൂമി പരിക്രമണവും ചെയ്യുന്നു. നിശ്ചിത ഭ്രമണപഥത്തിൽ സൂര്യനു ചുറ്റും പ്രദക്ഷിണം വയ്ക്കുകയും ചെയ്യുന്നു. ഇതിനെയാണ് പരിക്രമണം എന്ന് പറയുന്നത്. ഭൂമി അതിൻ്റെ സ്വാഭാവിക അച്ചുതണ്ടിൽ കറങ്ങുന്നതോടൊപ്പം, ഭ്രമണം ചെയ്യുന്നതോടൊപ്പം സൂര്യനെ ചുറ്റി വരികയും ചെയ്യുന്നു. ഇതിനെ നമ്മൾ പരിക്രമണം എന്നാണ് പറയുന്നത്. ദീർഘവൃത്താകൃതിയിലുള്ള സഞ്ചാരപഥത്തിൽ ഒരു പരിക്രമണം പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയം 365.4 ദിവസങ്ങളാണ്. ദീർഘവൃത്താകൃതിയിൽ ഒരു എലിപ്റ്റിക്കൽ പാത്തിലാണ് ഭൂമി സൂര്യനെ ചുറ്റി വരുന്നത്. ഇത്തരത്തിൽ ഭൂമി സൂര്യനെ ഒരു തവണ ചുറ്റി വരാൻ എടുക്കുന്ന സമയമാണ് 365.4 ദിവസം. ഇത് നമ്മുടെ ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ടാണ്, പ്രായോഗിക സൗകര്യത്തിനായി ഇതിൽ 365 ദിവസത്തെ നാം ഒരു വർഷമായിട്ട് കണക്കാക്കുകയും ഓരോ വർഷവും അധികമായി വരുന്ന കാൽ, അതായത് 365.4 1/4 കാൽ ദിവസങ്ങളെ 4 വർഷം കൂടുമ്പോൾ കൂട്ടിച്ചേർത്ത് ഫെബ്രുവരി മാസത്തിൽ 29 ദിവസമായി കണക്കാക്കുന്നു. ഇങ്ങനെയാണ് ഫെബ്രുവരി 29 ലീപ്പ് ഇയർ ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത്. ഈ കാര്യങ്ങളെല്ലാം നമുക്ക് അറിയാവുന്നവയാണ്, എങ്കിലും ഈ ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് പോലെ നമ്മൾ പഠിച്ചു പോകുന്നേ ഉള്ളൂ കേട്ടോ. ഭൂമിയുടെ ഭ്രമണം കാരണം നമ്മൾ ദിനരാത്രങ്ങൾ ഉണ്ടാകുന്നു. പരിക്രമണം കാരണം, പരിക്രമണത്തിനെടുക്കുന്ന സമയമാണ് 365.4 ദിവസങ്ങൾ. നമ്മൾ അതിനെ എളുപ്പത്തിൽ 365 ദിവസമായി ഓരോ വർഷമായി കണക്ക് കൂട്ടുകയും 4 ദിവസത്തെ നമ്മൾ 4 വർഷം കൂടുമ്പോൾ ഫെബ്രുവരിയിൽ ഒരു ദിവസമായി കൂട്ടി 366 ദിവസമായി ഒരു വർഷം ലീപ്പ് ഇയറായി കണക്കാക്കുന്നു. ഇപ്രകാരം 366 ദിവസങ്ങളുള്ള വർഷത്തെ അധിവർഷം ലീപ്പ് ഇയർ എന്ന് പറയുന്നു. 366 ദിവസങ്ങളുള്ള വർഷത്തെ ലീപ്പ് ഇയർ എന്ന് പറയുന്നു. ഇവിടെ തന്നിരിക്കുന്ന കലണ്ടർ നോക്കിക്കേ, 29 വന്നിട്ടുണ്ട്. 2024 ഒരു ലീപ്പ് ഇയർ ആയിരുന്നു, അധിവർഷമായിരിക്കുന്നു. തന്നിരിക്കുന്ന കലണ്ടറിൽ 2024 ഒരു അധിവർഷമാണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി 2024 ശേഷം 5 അധിവർഷങ്ങൾ വരുന്നത് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 5 അധിവർഷങ്ങൾ വേണ്ട, തൊട്ടടുത്ത അധിവർഷം ഏതാ? 4 വർഷം കഴിയുമ്പോഴുള്ള വർഷമായിരിക്കും അധിവർഷമായിട്ട് ഇനി വരുന്നത്. 4 വർഷം എന്ന് പറയുമ്പോൾ 2028 ഒരു അധിവർഷമായിട്ടായിരിക്കും വരുന്നത്. അത് ക്ലിയർ ആണല്ലോ, നമുക്കറിയാവുന്നതാണ്. ഓക്കെ, അടുത്തത് പെരിഹീലിയൻ, എപ്പിഹീലിയൻ. നമ്മളിത് കേട്ടിട്ടുണ്ടാവും, അതാണ് ഇനി പറയാൻ പോകുന്നത്. സൗരസമീപകം, സൂര്യോച്ചം. ഇതാണ് അതിൻ്റെ മലയാള വാക്കുകൾ. സൗരസമീപകം, സൂര്യോച്ചം. വാക്കുകൾ അവിടെ നിൽക്കട്ടെ, നമുക്കിതിൻ്റെ കോൺസെപ്റ്റ് എന്താണെന്ന് പഠിക്കാം. ഭൂമിയുടെ ഭ്രമണപഥം ദീർഘവൃത്താകൃതിയിലായതുകൊണ്ട് ഭൂമിക്കും സൂര്യനും തമ്മിലുള്ള ദൂരത്തിന് വ്യത്യാസം വരും. നമുക്കിവിടെ നിന്ന് മനസ്സിലാക്കാം. ഇവിടെ നോക്കിക്കേ, ഭൂമിയുടെ അകലം, ഭൂമിക്ക് സൂര്യനിൽ നിന്നുള്ള അകലം ഈ ഒരു ഭാഗത്ത് വരുമ്പോൾ കൂടുതലാണ്. എന്നാൽ ഈ ഒരു ഭാഗത്ത് വരുമ്പോൾ ഭൂമി സൂര്യനോട് അടുത്ത് നിൽക്കുന്നതാണ്, അല്ലേ? അതിനെയാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്ന കോൺസെപ്റ്റിൽ നോക്കുന്നത്. ഭൂമിയുടെ സഞ്ചാരപഥം ദീർഘവൃത്താകൃതിയിലായതുകൊണ്ട് ഭൂമിക്കും സൂര്യനും തമ്മിലുള്ള ദൂരത്തിന് വ്യത്യാസം വരും. ഒരു പരിക്രമണ വേളയിൽ ഭൂമി സൂര്യനോട് ഏറ്റവും അടുത്ത് വരുന്നതിനെ സൗരസമീപകം അല്ലെങ്കിൽ പെരിഹീലിയൻ എന്ന് പറയുന്നു. ഏറ്റവും അടുത്ത് വരുന്നു എന്ന് പറയുമ്പോഴും 147 ദശലക്ഷം കിലോമീറ്റർ ആണ് കേട്ടോ. അപ്പോൾ അതിനെയാണ് നമ്മൾ സൗരസമീപകം അല്ലെങ്കിൽ പെരിഹീലിയൻ എന്ന് പറയുന്നത്. ഭൂമി സൂര്യനോട് അടുത്ത് വരുന്നതിനെയാണ് നമ്മൾ പെരിഹീലിയൻ എന്ന് പറയുന്നത്. വലിയ സൂര്യനായിട്ട് തോന്നും, പെരിയ ഹീലിയൻ സൂര്യനാണെന്നറിയാലോ. പെരിയ ഹീലിയനായിട്ട് തോന്നുന്നതിനെയാണ് നമ്മൾ, ഭൂമി സൂര്യനോട് അടുത്ത് വരുമ്പോൾ പെരിയ ഹീലിയൻ ആയിരിക്കും. സൗരസമീപകം, സൂര്യൻ സമീപത്ത് വരും എന്നുള്ളത് മനസ്സിലാക്കുക. ഇത് സംഭവിക്കുന്നത് എപ്പോഴാണ്? ജനുവരി മാസത്തിലാണ്. പൊതുവെ ജനുവരി 3 ആണ്. ഈ ഡേറ്റുകളൊക്കെ PSC ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ജനുവരി 3, അതുപോലെ ജൂലൈ 4 പറയാനുണ്ട്. അപ്പോൾ ജനുവരി 3 സൗരസമീപകം സംഭവിക്കുന്നത് ജനുവരി മാസത്തിലാണ്. സൗരസമീപകം സംഭവിക്കുന്നത് ജനുവരി മാസത്തിലാണ്. ജനുവരി മാസത്തിലാണ് സൗരസമീപകം സംഭവിക്കുന്നത്. ഇവിടെ പിക്ചർ തന്നിട്ടുണ്ട്. സൂര്യന് അടുത്ത് വരുന്ന സമയം 147 ദശലക്ഷം കിലോമീറ്റർ ആണ്.
സൗരസമീപകം ജനുവരി 3-നാണ്. അത് പൊതുവെ പറയപ്പെടുന്ന ഒരു ദിവസമാണ് ജനുവരി 3 ഡേറ്റ് ഓർത്തിരിക്കുക. ഇനി സൂര്യനും ഭൂമിയും തമ്മിലുള്ള അകലം ഏറ്റവും കൂടുതലായിരിക്കുന്നത് 152 ദശലക്ഷം കിലോമീറ്റർ ദൂരെ ഭൂമി എത്തുന്ന സമയം ജൂലൈ മാസത്തിലാണ്. അതിനെയാണ് നമ്മൾ അപ്പീഹീലിയൻ എന്ന് പറയുന്നത്. ജൂലൈ 4 കേട്ടോ ഡേറ്റ്. ജൂലൈ 4 സൂര്യൻ ഭൂമിയിൽ നിന്നും ഏറ്റവും അകലെയായി സ്ഥിതി ചെയ്യുന്ന ദിവസമാണ് ജൂലൈ 4. അപ്പോൾ പെരിഹീലിയൻ അതായത് സൗരസമീപകം വരുന്നത് ജനുവരി 3-നും അതുപോലെ പെരിഹീലിയൻ ജനുവരി 3-ന് സംഭവിച്ചു. അടുത്തത് ജൂലൈ 4 അപ്ഹീലിയൻ സൂര്യോച്ചം. സൂര്യനും ഭൂമിയും ഏറ്റവും അകലെ വരുന്നത്, സൂര്യൻ ഭൂമിയിൽ നിന്നും അകലെ ആയിരിക്കുന്നത് അപ്ഹീലിയൻ അല്ലെങ്കിൽ സൂര്യോച്ചം എന്ന് പറയുന്നത് ജൂലൈ 4-നാണ്. അത് ക്ലിയർ ആയല്ലോ. ജനുവരി 3 സൗരസമീപകം 147 ദശലക്ഷം കിലോമീറ്റർ അകലെ ആയിരിക്കും. ഭൂമി സൂര്യനോട് അടുത്ത് വരുന്ന സമയമാണ്. ഭൂമി സൂര്യനിൽ നിന്ന് അകലെയുള്ളതാണ് സൂര്യോച്ചം എന്നത്. അത് ജൂലൈ 4-ആണ്. 152 ദശലക്ഷം കിലോമീറ്റർ ആയിരിക്കും അപ്പോഴത്തെ ഏകദേശ അകലം എന്ന് പറയുന്നത്. ഒരു സെക്കൻഡിൽ ഏകദേശം 30 കിലോമീറ്റർ എന്ന രീതിയിലാണ് ഭൂമിയുടെ പരിക്രമണ വേഗത. ഇത്തരത്തിൽ ഭൂമി സൂര്യനെ ചുറ്റി സഞ്ചരിക്കുന്നത് ഒരു സെക്കൻഡിൽ 30 കിലോമീറ്റർ എന്ന രീതിയിലാണ് ഭൂമിയുടെ പരിക്രമണ വേഗത വരുന്നത്. ഒരു സെക്കൻഡിൽ ഏകദേശം 30 കിലോമീറ്റർ സ്പീഡിലാണ് ഭൂമി സൂര്യനെ ചുറ്റി സഞ്ചരിക്കുന്നത്. ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകല വ്യത്യാസം ഗുരുത്വാകർഷണത്തിൽ വ്യതിയാനം സൃഷ്ടിക്കുകയും പരിക്രമണ വേഗതയിൽ വ്യത്യാസം വരുന്നതിന് കാരണമാവുകയും ചെയ്യുന്നു. ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലം കാരണം ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകല വ്യത്യാസം സംഭവിക്കുകയും അത് പരിക്രമണ വേഗതയിൽ വ്യത്യാസം വരുത്തുന്നതിന് കാരണമാവുകയും ചെയ്യും. ഇനി ഇവിടെ നമുക്ക് മറ്റൊരു കോൺസെപ്റ്റ് പഠിക്കാനുണ്ട്, പുരസരണം അല്ലെങ്കിൽ പ്രിസഷൻ. അതെന്താണെന്ന് നോക്കാം. ഭ്രമണവും പരിക്രമണവും പോലെ തന്നെ ഭൂമിയുടെ മറ്റൊരു ചലനമാണ് അച്ചുതണ്ടിൻ്റെ ഭ്രമണമായ പുരസരണം. അച്ചുതണ്ടിൻ്റെ ഭ്രമണത്തെയാണ് പറയുന്നത്. ഭൂമി തൻ്റെ അച്ചുതണ്ടിൽ ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ 24 മണിക്കൂർ എടുക്കുമ്പോൾ ഏകദേശം 26,000 വർഷം എടുത്താണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഒരു വൃത്തം തീർക്കുന്ന രീതിയിൽ വളരെ സാവധാനത്തിൽ ഭൂമിയുടെ അച്ചുതണ്ട് നീങ്ങുന്നത്. ഈ പിക്ചർ നോക്കുകയാണെങ്കിൽ ഇതാണ് ഭൂമിയുടെ അച്ചുതണ്ട്. 23.5 ഡിഗ്രി ചരിഞ്ഞാണുള്ളത്. ഭൂമി ചുറ്റി വരുന്നതിനനുസരിച്ച് ഭൂമിയുടെ ഭ്രമണത്തിനും പരിക്രമണത്തിനും പോലെ തന്നെ അച്ചുതണ്ടിൻ്റെ ഈ ഒരു കറക്കം പൂർത്തിയാകുന്നത്, ഇത്തരത്തിലൊരു സർക്കിൾ പൂർത്തിയാകുന്നത് 26,000 വർഷം എടുത്തിട്ടാണ്. ഈ ഒരു പരിക്രമണത്തിനെയാണ് നമ്മൾ, ഈ പരിക്രമണം എന്ന് പറയാൻ പാടില്ല, ഈ ഒരു ചുറ്റി വരുന്ന ഈ ഒരു ചലനത്തിനെയാണ് നമ്മൾ പറയുന്നത്, അച്ചുതണ്ടിൻ്റെ ഭ്രമണത്തിനെയാണ് നമ്മൾ പറയുന്നത് പുരസരണം അല്ലെങ്കിൽ പ്രിസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആണല്ലോ. അച്ചുതണ്ടിൻ്റെ ഭ്രമണവും പരിക്രമണവും പോലെ തന്നെ ഭൂമിയുടെ മറ്റൊരു ചലനമാണ് അച്ചുതണ്ടിൻ്റെ ഭ്രമണമായിട്ടുള്ള പുരസരണം. ഓക്കെ, അതിനെടുക്കുന്ന സമയം 26,000 വർഷമാണ്. അത്രയും മെല്ലെയാണ് അച്ചുതണ്ട് ഒരു വൃത്തം പൂർത്തിയാക്കുന്നത് എന്ന് മനസ്സിലാക്കിയാൽ മതി. അടുത്തത് അയനമാണ്. അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് സണ്ണിൻ്റെ ചലനം, സൂര്യൻ്റെ ഒരു ചലനമാണ് അയനം എന്ന് ഉദ്ദേശിക്കുന്നത്. ഇവിടെ അയനം നോക്കാം. ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ ചരിവ് 23.5 ഡിഗ്രിയായി പരിക്രമണ വേളയിലുടനീളം നിലനിർത്തുന്നതിനാൽ സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനം ഉത്തര ദിശയിലേക്കും ദക്ഷിണ ദിശയിലേക്കും ഉത്തരായന ദക്ഷിണായന രേഖകൾക്കുമിടയിൽ നീങ്ങുന്നതായി നമുക്ക് കാണാനായി സാധിക്കും. ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ ചരിവ് 23.5 ഡിഗ്രി ആയതിനാൽ പരിക്രമണ വേഗതയിലുടനീളം നിലനിർത്തുന്നതിനാൽ സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനം, സൂര്യൻ്റെ ഒരു സ്ഥാനം എന്ന് പറയുന്നത് ഉത്തര ദക്ഷിണ ദിശകളിലേക്കും അതുപോലെ അതായത് ഉത്തരായന രേഖയ്ക്കും ദക്ഷിണായന രേഖയ്ക്കും ഇടയിൽ നീങ്ങുന്നതായി നമുക്ക് പറയാം. സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനമാറ്റത്തെയാണ് അയനം എന്ന് പറയുന്നത്. ഭൂമിയുടെ പരിക്രമണത്തിനനുസരിച്ച് സൂര്യൻ്റെ സ്ഥാനത്തിന് മാറ്റം സംഭവിക്കുന്നതിന് ആണ് അയനം എന്ന് പറയുന്നത്. സൂര്യൻ്റെ ഈ ആപേക്ഷിക സ്ഥാനമാറ്റത്തെയാണ് നമ്മൾ അയനം എന്ന് പറയുന്നത്.
ഈ പിക്ചറിൽ കൊടുത്തിരിക്കുന്നതാണ് സൂര്യൻ്റെ അയനം സൂചിപ്പിക്കുന്നത്. ഭൂമി പരിക്രമണം ചെയ്യുന്ന സമയത്ത് സൂര്യൻ ഉത്തരായന രേഖയ്ക്കും ദക്ഷിണായന രേഖയ്ക്കും ഇടയിൽ നീങ്ങുന്നതായി നമുക്ക് കാണുന്നു. ആ ഒരു ചലനമാറ്റത്തെ, ആ ഒരു ആപേക്ഷിക സ്ഥാനമാറ്റത്തെയാണ് നമ്മൾ അയനം എന്ന് പറയുന്നത്. ഇതിനനുസൃതമായി ദിനരാത്രങ്ങളുടെ ദൈർഘ്യത്തിൽ വ്യത്യാസം അനുഭവപ്പെടുന്നു. ഇതിനനുസൃതമായിട്ടാണ് ദിനരാത്രങ്ങളുടെ ദൈർഘ്യം വ്യത്യാസപ്പെട്ട് അനുഭവപ്പെടുന്നത്. നമ്മൾ ഫസ്റ്റ് ഒരു കോൺവെർസേഷനിൽ പകലിന് നീളം കൂടുതലാണ് എന്ന രീതിയിലൊക്കെ കണ്ടതായിട്ട് ഓർക്കുന്നില്ലേ? അതിന് കാരണം ഇതാണ്. ഇത്തരത്തിൽ സൂര്യൻ്റെ സ്ഥാനം വിവിധ അക്ഷാംശങ്ങളിൽ നേർമുകളിൽ എത്തുന്ന പ്രധാന ദിവസങ്ങളാണ് ഇനി നമ്മൾ നോക്കുന്നത്. ഇതിവിടെ തന്നിരിക്കുന്നത് പോലെ സൂര്യൻ ആപേക്ഷികമായി സ്ഥാനമാറ്റം സംഭവിക്കുന്നു. അതിനെ നമ്മൾ അയനം എന്ന് പറയുന്നു. ഇതിനാൽ തന്നെ ദിനരാത്രങ്ങളിൽ ദൈർഘ്യ വ്യത്യാസം അനുഭവപ്പെടും. ചില ദിവസങ്ങളിൽ പകൽ കൂടുതലായും രാത്രി ചെറുതായും അനുഭവപ്പെടും, തിരിച്ചും അനുഭവപ്പെടും. അത് ഏതൊക്കെ ദിവസങ്ങളാണ് എന്നാണ് ഇനി പറയുന്നത്. ആദ്യം ഇവിടെ നോക്കാം. സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനം. ഉത്തരായന ദക്ഷിണായന രേഖകൾക്കിടയിൽ സൂര്യൻ്റെ സ്ഥാനം മാറുന്നതായി അനുഭവപ്പെടുന്നു. യഥാർത്ഥത്തിൽ ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ ചരിവും പരിക്രമണവും കാരണം ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ സൂര്യൻ്റെ സ്ഥാനം മാറുന്നതായാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. ഉത്തരായന ദക്ഷിണായന രേഖകൾക്കിടയിൽ ഭൂമിയുടെ സ്ഥാനം മാറുന്നതായി അനുഭവപ്പെടുന്നതാണ് സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനമാറ്റം. അതിനെ നമ്മൾ അയനം എന്നാണ് പറയുന്നത്. അപ്പോൾ അത് ഏതൊക്കെ ദിവസങ്ങളിലാണ് എന്ന് നോക്കുമ്പോൾ, പരിക്രമണ വേളയിൽ ഭൂമധ്യരേഖയിൽ സൂര്യരശ്മികൾ ലംബമായി പതിക്കുന്ന ദിനങ്ങളായ മാർച്ച് 21-നും സെപ്റ്റംബർ 23-നും രണ്ട് അർദ്ധഗോളങ്ങളിലും രാത്രിയുടെയും പകലിൻ്റെയും ദൈർഘ്യം തുല്യമായിരിക്കും. അല്ലെങ്കിൽ അവയെ വിഷുവങ്ങൾ അഥവാ സമരാത്ര ദിനങ്ങൾ, ഇക്വിനോക്സ് എന്നാണ് വിളിക്കുന്നത്. അതായത് പരിക്രമണ സമയത്ത് ഭൂമധ്യരേഖയിൽ സൂര്യരശ്മികൾ ലംബമായി പതിക്കുന്ന ദിനങ്ങളാണ് മാർച്ച് 21-നും സെപ്റ്റംബർ 23-നും. രണ്ട് അർദ്ധഗോളങ്ങളിലും രാത്രിയുടെയും പകലിൻ്റെയും ദൈർഘ്യം തുല്യമായിരിക്കും ഈ പറഞ്ഞ ദിനങ്ങളിൽ. മാർച്ച് 21-നും സെപ്റ്റംബർ 23-നും രണ്ട് അർദ്ധഗോളങ്ങളിലും രാത്രിയുടെയും പകലിൻ്റെയും ദൈർഘ്യം തുല്യമായിരിക്കും. ഇതിനെയാണ് നമ്മൾ സമരാത്ര ദിനങ്ങൾ, ഇക്വിനോക്സ് അഥവാ വിഷുവങ്ങൾ എന്ന് പറയുന്നത്. മാർച്ച് 21-ന് വസന്ത വിഷുവം, സ്പ്രിംഗ് ഇക്വിനോക്സ് എന്നാണ് പറയുന്നത്. സെപ്റ്റംബർ 23-ന് ശരത് വിഷുവം അല്ലെങ്കിൽ ഓട്ടോമൻ ഇക്വിനോക്സ് എന്നാണ് പറയുന്നത്. മാർച്ച് 21-ന് വസന്ത വിഷുവം എന്നും സെപ്റ്റംബർ 23-ന് ശരത് വിഷുവം അല്ലെങ്കിൽ ഓട്ടോമൻ ഇക്വിനോക്സ് എന്നുമാണ് പറയുന്നത്. ഈ ഒരു പിക്ചർ നോക്കിക്കേ. സൂര്യൻ ഭൂമധ്യരേഖയിൽ ലംബമായി പതിക്കുന്നതാണ് ഇവിടെ ഈ ഒരു പിക്ചറിൽ കാണിച്ചിട്ടുള്ളത്. സൂര്യൻ ഭൂമധ്യരേഖയിൽ ലംബമായി പതിക്കുന്ന ദിവസങ്ങളെ നമ്മൾ ഇക്വിനോക്സ് അല്ലെങ്കിൽ സമരാത്ര ദിനങ്ങൾ എന്നാണ് പറയുന്നത് എന്ന് നമ്മളിപ്പോൾ പറഞ്ഞു. ഇതിൽ മാർച്ച് 21-ൽ നമ്മൾ വസന്ത വിഷുവം ഉണ്ടാവുന്നു എന്ന് പറഞ്ഞു. മാർച്ച് 21 വസന്ത വിഷുവവും സെപ്റ്റംബർ 23 ശരത് വിഷുവം അല്ലെങ്കിൽ ഓട്ടോമൻ ഇക്വിനോക്സുമാണ് അനുഭവപ്പെടുന്നത്. സമരാത്ര ദിനങ്ങൾ അല്ലെങ്കിൽ ഇക്വിനോക്സ് അനുഭവപ്പെടുന്നത് സെപ്റ്റംബർ 23-നും മാർച്ച് 21-നുമാണ്. അപ്പോൾ ഡേറ്റ് കൃത്യമായിട്ട് ഓർത്തു വെക്കണം. ഇതാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. നോക്കാം. ഗ്രീഷ്മ അയനാന്ത ദിനം, സമ്മർ സോളിറ്റൈസ്. നമുക്കിത് പിക്ചറിലേക്ക് പിന്നെ വരാം. ആദ്യം വായിക്കാം. ഉത്തരാർദ്ധഗോളത്തിൽ മാർച്ച് 21 മുതൽ ജൂൺ 21 വരെയുള്ള കാലയളവിൽ ഭൂമധ്യരേഖയിൽ നിന്ന് സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനമാറ്റം വടക്കോട്ട് ഉത്തരായന രേഖ വരെയാണ്. ഇതിൻ്റെ ഫലമായി ജൂൺ 21-ന് ഉത്തരാർദ്ധഗോളത്തിൽ ഏറ്റവും ദൈർഘ്യമേറിയ പകലും ഏറ്റവും ഹ്രസ്വമായ രാത്രിയും അനുഭവപ്പെടുന്നു. ഈ ദിവസം ഗ്രീഷ്മ അയനാന്തം എന്നാണ് അറിയപ്പെടുന്നത്. അതുപോലെ മാർച്ച് മാസം മുതൽ സെപ്റ്റംബർ വരെയുള്ള 6 മാസക്കാലം സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനം ഉത്തരാർദ്ധഗോളത്തിലായതിനാൽ ഈ കാലയളവിൽ ഉത്തര ധ്രുവ പ്രദേശങ്ങളിൽ 6 മാസക്കാലം തുടർച്ചയായ പകൽ വെളിച്ചമായിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ ഉത്തരായന രേഖയിലേക്കുള്ള ഉത്തരാർദ്ധഗോളത്തിലുള്ളൊരു പ്രതിഭാസമാണ് ഇവിടെ പറയുന്നത് സമ്മർ സോൾട്ടൈസ് അല്ലെങ്കിൽ ഗ്രീഷ്മ അയനാന്ത ദിനം. ഇവിടെ പിക്ചറിൽ തന്നിട്ടുള്ളത് നോക്കാം. ഉത്തരാർദ്ധഗോളത്തിൽ
മാർച്ച് 21 മുതൽ ജൂൺ 21 വരെയുള്ള ഈ കാലയളവിൽ ഭൂമധ്യരേഖയിൽ നിന്ന് സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനം വടക്ക് ഭാഗത്തേക്ക് ഉയർന്നാണ് പോകുന്നത്. വടക്ക് ഭാഗത്തേക്ക് ഉയർന്ന് ഉത്തരാർദ്ധഗോളത്തിൽ ഉത്തരായന രേഖ വരെ നീങ്ങുന്നു എന്നാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. അപ്പോൾ ഇത്തരത്തിൽ ഉത്തരായന രേഖ വരെ നീളുന്ന ഇതിൻ്റെ ഫലമായിട്ട് ജൂൺ 21 ഉത്തരായന രേഖയിലെത്തുന്നത്. ആ ഒരു ദിവസമാണ് ജൂൺ 21. ജൂൺ 21 എന്ത് സംഭവിക്കും? പകൽ ഏറ്റവും ദൈർഘ്യമുള്ളതും ഹ്രസ്വമായിട്ടുള്ള രാത്രിയുമാണ് സംഭവിക്കുക. സൂര്യപ്രകാശം അതുപോലെ ലഭിക്കുന്നത് കൊണ്ട് പകൽ കൂടുതലും രാത്രി കുറവുമായിരിക്കും ജൂൺ 21. ഇതിനെയാണ് നമ്മൾ ഗ്രീഷ്മ അയനാന്ത ദിനം അല്ലെങ്കിൽ സമ്മർ സോൾട്ടൈസ് എന്ന് പറയുന്നത്. അതുപോലെ സൂര്യൻ്റെ അധിക പ്രകാശവും ഉത്തരായന രേഖയിലായിരിക്കുന്നതിനാൽ ഇതുമായി ബന്ധപ്പെട്ട് മാർച്ച് മാസം മുതൽ ഈ ഒരു ഉത്തരാർദ്ധ ഭാഗത്തേക്ക് സൂര്യൻ വരുന്നതിനാൽ ഈ മാർച്ച് മാസം മുതൽ സെപ്റ്റംബർ മാസം വരെ ഉത്തരാർദ്ധഗോളത്തിലാണ് സൂര്യൻ്റെ സ്ഥാനം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ധ്രുവപ്രദേശത്ത് 6 മാസക്കാലത്തോളം പകലായിരിക്കും, പ്രകാശം അനുഭവപ്പെടും. 6 മാസക്കാലത്തോളം തുടർച്ചയായി പകൽ വെളിച്ചം ഉണ്ടാകുന്നത് സമ്മർ സോൾട്ടൈസിലാണ്, ഗ്രീഷ്മ അയനാന്ത ദിനത്തിൻ്റെ ഭാഗമായിട്ടാണ്. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആണല്ലോ. ഉത്തരാർദ്ധഗോളത്തിൽ പകൽ, ഉത്തര ധ്രുവത്തിൽ പകൽ അനുഭവപ്പെടുന്നത് മാർച്ച് മാസം മുതൽ സെപ്റ്റംബർ മാസം വരെയുള്ള 6 മാസ കാലയളവിലാണ്. അതുപോലെ സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനം മാർച്ച് 21 മുതൽ ജൂൺ 21 വരെ വടക്ക് ഭാഗത്തേക്കായതുകൊണ്ട് ജൂൺ 21 ഉത്തരാർദ്ധഗോളത്തിൽ ഏറ്റവും ദൈർഘ്യമേറിയ പകലും ഏറ്റവും ഹ്രസ്വമായിട്ടുള്ള രാത്രിയും അനുഭവപ്പെടുന്നു. ഇതിനെ നമ്മൾ ഗ്രീഷ്മ അയനാന്തം എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് സൂര്യൻ്റെ ചലനങ്ങൾ. സമ്മർ സോൾട്ടൈസ് പഠിച്ചു, അതുപോലെ വിൻ്റർ സോൾട്ടൈസ് പഠിക്കാനുണ്ട്. അതിനു മുന്നേ നമുക്ക് സൂര്യൻ്റെ ചലനങ്ങളെക്കുറിച്ച് തന്നിട്ടുള്ള ഈ ഒരു പോയിന്റ്സ് പഠിക്കാം. ഭൂമിക്കും ചന്ദ്രനും സമാനമായി സൂര്യനും 2 ചലനങ്ങളുണ്ട്, ഭ്രമണവും പരിക്രമണവും. സൂര്യൻ അതിൻ്റെ അച്ചുതണ്ടിൽ 27 ദിവസങ്ങൾ കൊണ്ട് ഒരു ഭ്രമണം പൂർത്തിയാക്കും. എന്നാൽ 230 മുതൽ 250 ദശലക്ഷം വർഷങ്ങൾ കൊണ്ടാണ് സൂര്യൻ ഉൾപ്പെടെയുള്ള സൗരയൂഥം നക്ഷത്രവ്യൂഹമായ ക്ഷീരപഥത്തിൻ്റെ കേന്ദ്രത്തെ പരിക്രമണം ചെയ്യുന്നത്. സൂര്യൻ ഭൂമിയെയും ചന്ദ്രനെയും പോലെ തന്നെ ഭ്രമണവും പരിക്രമണവും ചെയ്യുന്നു. ഇതിൽ സൂര്യൻ്റെ ഭ്രമണ സമയം എന്ന് പറയുന്നത് 27 ദിവസങ്ങളും എന്നാൽ പരിക്രമണം എന്ന് പറയുന്നത് 230 മുതൽ 250 വരെയുള്ള ദശലക്ഷം വർഷങ്ങളാണ്. സൂര്യൻ പരിക്രമണം ചെയ്യുന്നത് സൗരയൂഥം നക്ഷത്രവ്യൂഹമായിട്ടുള്ള ക്ഷീരപഥത്തിൻ്റെ കേന്ദ്രത്തെ ചുറ്റി വരുന്നതിനെടുക്കുന്ന സമയമാണ് 230 മുതൽ 250 വരെയുള്ള ദശലക്ഷ കാലം എന്ന് പറയുന്നത്. ഇനി ഗ്രീഷ്മ അയനാന്ത ദിനത്തിൽ, ഗ്രീഷ്മ അയനാന്തം ജൂൺ 21 ഏറ്റവും വലിയ പകൽ അനുഭവപ്പെടുന്ന ദിവസമാണ്. വിവിധ അക്ഷാംശ രേഖകളിലെ പകലിൻ്റെ ദൈർഘ്യമാണ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. അക്ഷാംശ രേഖ 90 ഡിഗ്രി വടക്ക് 24 മണിക്കൂറും പകലായിട്ടായിരിക്കും അനുഭവപ്പെടുന്നത്. 66.5 ഡിഗ്രി വടക്കിലും 24 മണിക്കൂറും പകൽ അനുഭവപ്പെടും. 23.5 ഡിഗ്രി വടക്കിൽ 13 മണിക്കൂർ 27 മിനിറ്റ് പകലായിരിക്കും അനുഭവപ്പെടുന്നത്. 0 ഡിഗ്രി ഭൂമധ്യരേഖയിൽ അനുഭവപ്പെടുന്നത് 12 മണിക്കൂറായിരിക്കും. 23.5 ഡിഗ്രി തെക്കിൽ കുറവാണ്, പകലിൻ്റെ ദൈർഘ്യം നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. 10 മണിക്കൂർ മാത്രമേ അനുഭവപ്പെടുന്നു. 10 മണിക്കൂർ 33 മിനിറ്റ് മാത്രമേ അനുഭവപ്പെടുന്നുള്ളൂ. അതിന് താഴേക്കുള്ള ഭാഗത്ത് പകൽ ഇല്ല. 66.5 ഡിഗ്രി തെക്ക് അതുപോലെ 90 ഡിഗ്രി തെക്കിൽ പകലിൻ്റെ ദൈർഘ്യം അനുഭവപ്പെടുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കുന്നത്. സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനം വടക്ക് ഭാഗത്തല്ലേ, അപ്പോൾ തെക്ക് ഭാഗത്ത് ഉണ്ടാവില്ല. ഗ്രീഷ്മ അയനാന്ത ദിനത്തിൽ ജൂൺ 21 ദക്ഷിണാർദ്ധഗോളത്തിൽ പകലിൻ്റെ ദൈർഘ്യം എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നത് നമ്മളിപ്പോൾ കണ്ടതാണ്. അവിടെ പകൽ വെളിച്ചം ഉണ്ടാകുന്നില്ല. സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനം നോർത്തേൺ ഹെമിസ്ഫിയറിലായതുകൊണ്ട് തന്നെ ഈ താഴെ ഭാഗത്ത് ഇരുട്ടായിരിക്കും അനുഭവപ്പെടുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ. ഓക്കെ, ഇനി ഗ്രീഷ്മ അയനാന്തത്തിന് ശേഷം നമുക്ക് പഠിക്കാനുള്ളത് ശൈത്യ അയനാന്തമാണ്, വിൻ്റർ സോൾട്ടൈസ് ആണ്. വിൻ്റർ സോൾട്ടൈസ് ആദ്യം വായിക്കാം. ദക്ഷിണാർദ്ധഗോളത്തിൽ സെപ്റ്റംബർ 23 മുതൽ ഡിസംബർ 22 വരെയുള്ള കാലയളവിൽ
ഭൂമധ്യരേഖയിൽ നിന്നും സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനമാറ്റം തെക്കോട്ട്, നമ്മൾ നേരത്തെ വടക്ക് ഭാഗത്തേക്കാണ് വിൻ്റർ സോൾട്ടേസിൽ പഠിച്ചത്, ഗ്രീഷ്മ അയനാന്തത്തിൽ പഠിച്ചത്. ഇനി ശൈത്യ അയനാന്തത്തിൽ സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനം തെക്കോട്ടേക്ക് ദക്ഷിണായന രേഖ വരെയാണ് ഉണ്ടാവുന്നത്. ഇതിൻ്റെ ഫലമായിട്ട് ഏത് ഡേറ്റിലാണ്? ഡിസംബർ 22-ന് ദക്ഷിണാർദ്ധഗോളത്തിൽ ഏറ്റവും ദൈർഘ്യമേറിയ പകലും ഏറ്റവും ഹ്രസ്വമായ രാത്രിയും അനുഭവപ്പെടുന്നു. ഈ ദിവസം ശൈത്യ അയനാന്തം എന്നാണ് അറിയപ്പെടുന്നത്. ശൈത്യ അയനാന്തം അല്ലെങ്കിൽ വിൻ്റർ സോൾട്ടേജ് എന്നറിയപ്പെടുന്ന ദിവസമാണ് ഇത്. എന്താണ് നമ്മൾ പറഞ്ഞത്? ദക്ഷിണാർദ്ധഗോളത്തിൽ സെപ്റ്റംബർ 23 മുതൽ ഡിസംബർ 22 വരെയുള്ള കാലയളവിൽ ഭൂമധ്യരേഖയിൽ നിന്നും ദക്ഷിണായന രേഖ വരെ തെക്ക് ഭാഗത്തേക്ക് സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനത്തിന് മാറ്റം സംഭവിക്കുന്നു. ഇതിൻ്റെ ഫലമായിട്ട് ഡിസംബർ 22-ന്, ഡേറ്റ് കൃത്യമായി ഓർത്തു വെക്കണം കേട്ടോ, ഡിസംബർ 22-ന് ദക്ഷിണാർദ്ധഗോളത്തിൽ ഏറ്റവും ദൈർഘ്യമേറിയ പകലും ഏറ്റവും ഹ്രസ്വമായ രാത്രിയുമാണ് അനുഭവപ്പെടുന്നത്. ഏറ്റവും ദൈർഘ്യമേറിയ പകലും ഏറ്റവും ഹ്രസ്വമായ രാത്രിയും ദക്ഷിണാർദ്ധഗോളത്തിൽ അനുഭവപ്പെടുന്ന ദിവസമാണ് ഡിസംബർ 22. ഇതിനെ നമ്മൾ എന്താണ് വിളിക്കുന്നത്? ശൈത്യ അയനാന്ത ദിനം, വിൻ്റർ സോൾട്ടൈസ് എന്നാണ് വിളിക്കുന്നത്. ഗ്രീഷ്മ അയനാന്ത ദിനത്തോട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്കിവിടെ സദേൺ പോളിൽ, ദക്ഷിണ ധ്രുവത്തിൽ നമുക്ക് പകൽ അനുഭവപ്പെടുന്ന കാലയളവാണ് അടുത്ത ഈ 6 മാസക്കാലം. അതായത് സെപ്റ്റംബർ മുതൽ മാർച്ച് വരെ നീളുന്ന 6 മാസക്കാലം സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനം ദക്ഷിണാർദ്ധഗോളത്തിലാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ കാലയളവിൽ ഉത്തര ധ്രുവ പ്രദേശങ്ങളിൽ ഇവിടെ നമുക്ക് ഇരുട്ടായിരിക്കും. 6 മാസക്കാലം സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകില്ല. എന്നാൽ ദക്ഷിണ ധ്രുവ പ്രദേശത്ത് 6 മാസത്തോളം പകൽ അനുഭവപ്പെടും. ഓക്കെ, അത് ക്ലിയർ ആണല്ലോ. സെപ്റ്റംബർ മുതൽ മാർച്ച് വരെ നീളുന്ന 6 മാസക്കാലം സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനം ദക്ഷിണാർദ്ധഗോളത്തിലായതിനാൽ ഈ കാലയളവിൽ ധ്രുവ പ്രദേശങ്ങളിൽ 6 മാസക്കാലം തുടർച്ചയായി ഇരുട്ടായിരിക്കും. ഉത്തര ധ്രുവ പ്രദേശത്ത് ഇരുട്ടായിരിക്കും. ശൈത്യ അയനാന്തത്തിൽ ഡിസംബർ 22-ന് വിവിധ അക്ഷാംശ രേഖകളിലെ പകലിൻ്റെ ദൈർഘ്യം സൂചിപ്പിക്കുന്ന പട്ടികയാണ് ഇവിടെ തന്നിട്ടുള്ളത്. നമ്മൾ നേരത്തെ ഗ്രീഷ്മ അയനാന്തത്തിൽ പറഞ്ഞതുപോലെ നോർത്ത് ഭാഗത്ത് ഇരുട്ടായിരിക്കും, ദക്ഷിണ ഭാഗത്തായിരിക്കും, സദേൺ ഹെമിസ്ഫിയറിലായിരിക്കും വെളിച്ചം അല്ലെങ്കിൽ പകൽ ഉണ്ടാവുന്നത്. നോക്കാം, ഇവിടെ 90 ഡിഗ്രി വടക്ക് അക്ഷാംശ രേഖയിൽ പകലില്ല, ഫുൾ ഇരുട്ടായിരിക്കും. 6 മാസക്കാലത്തോളം ഇരുട്ടായിരിക്കും എന്ന് നമ്മൾ കണ്ടു. അതുപോലെ തന്നെയാണ് 66.5 ഡിഗ്രി വടക്കിലും ഇല്ല, ഈ പകലിൻ്റെ ദൈർഘ്യമില്ല, പ്രകാശമില്ല, ഇരുട്ടായിരിക്കും. 23.5 ഡിഗ്രി വടക്ക് വരുമ്പോഴത്തേക്കും 10 മണിക്കൂർ 33 മിനിറ്റ് ആയിരിക്കും പകലിൻ്റെ ദൈർഘ്യം. 10 മണിക്കൂർ മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. 0 ഡിഗ്രി ഇക്വേറ്ററിൽ 12 മണിക്കൂർ അനുഭവപ്പെടുന്നു. 23.5 ഡിഗ്രി തെക്ക് ഭാഗത്ത് കുറച്ചുകൂടി ദൈർഘ്യമേറിയ പകൽ അനുഭവപ്പെടുന്നുണ്ട്. 13 മണിക്കൂർ 27 മിനിറ്റ് ലഭിക്കുന്നുണ്ട്. 66.5 ഡിഗ്രി തെക്കിലും 90 ഡിഗ്രി തെക്കിലും 24 മണിക്കൂറും പകലാണ് അനുഭവപ്പെടുന്നത്. ഓക്കെ ആണല്ലോ. ഇനി ഉത്തരായനം, ദക്ഷിണായനം. ശൈത്യ അയനാന്ത ദിനത്തെ തുടർന്ന് ഡിസംബർ 22 ശൈത്യ അയനാന്ത ദിനം. ഡിസംബർ 22 ദക്ഷിണായന രേഖയിൽ നിന്നും 23.5 ഡിഗ്രി തെക്ക് ഉത്തരായന രേഖയിലേക്കുള്ള സൂര്യൻ്റെ അയനത്തെ ഉത്തരായനം എന്നും, ഗ്രീഷ്മ അയനാന്ത ദിനത്തെ തുടർന്ന് ജൂൺ 21 ഉത്തരായന രേഖയിൽ നിന്നും 23.5 ഡിഗ്രി വടക്ക് ദക്ഷിണായന രേഖയിലേക്കുള്ള സൂര്യൻ്റെ അയനത്തെ പിക്ചറിൽ കണ്ടിട്ട് നമുക്കൊന്നും കൂടി ഇതൊന്ന് പറഞ്ഞു നോക്കാം. അപ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആവും. ഈ ഒരു പിക്ചർ നോക്കുകയാണെങ്കിൽ ശൈത്യ അയനാന്ത ദിനമായിട്ടുള്ള ഡിസംബർ 22 തുടർന്ന് ദക്ഷിണായന രേഖ, ഇതാണ് ദക്ഷിണായന രേഖ. ദക്ഷിണായന രേഖയിൽ നിന്നും 23.5 ഡിഗ്രി തെക്ക് നിന്നും ഉത്തരായന രേഖയിലേക്കുള്ള സൂര്യൻ്റെ അയനത്തെ, സൂര്യൻ്റെ ചലനത്തെ, സൂര്യൻ്റെ സ്ഥാനമാറ്റത്തെയാണ് ഉത്തരായനം എന്നും, ഗ്രീഷ്മ അയനാന്തം ഇതേപോലെ തന്നെ തിരിച്ച്, അതായത് ഇത് നമുക്കൊന്നുകൂടി പറയാം. ശൈത്യ അയനാന്ത ദിനമായിട്ടുള്ള ഡിസംബർ 22 ശേഷം ദക്ഷിണായന രേഖയിൽ നിന്നും
വടക്ക് ഉത്തരായന രേഖ വരെയുള്ള സൂര്യൻ്റെ അയനത്തെ ഉത്തരായനം എന്നാണ് പറയുന്നത്. അതുപോലെ തിരിച്ചു പറയുകയാണെങ്കിൽ സൂര്യൻ്റെ അയനം ഗ്രീഷ്മ അയനാന്ത ദിനമായിട്ടുള്ള ജൂൺ 21 ശേഷം ഉത്തരായന രേഖയിൽ നിന്നും ദക്ഷിണായന രേഖ 23.5 ഡിഗ്രി തെക്കിലേക്കുള്ള ദക്ഷിണായന രേഖയിലേക്കുള്ള സൂര്യൻ്റെ അയനത്തെയാണ് ദക്ഷിണായനം എന്ന് പറയുന്നത്. ദക്ഷിണത്തിലേക്കുള്ള സൂര്യൻ്റെ ചലനത്തെ ദക്ഷിണായനം എന്നും നോർത്തിലേക്കുള്ള വടക്ക് ഭാഗത്തേക്കുള്ള സൂര്യൻ്റെ ചലനത്തെ ഉത്തരായനം എന്നും പറയുന്നു. ഇപ്പോൾ ഇത് ക്ലിയർ ആണല്ലോ. ഇനി നമ്മളിവിടെ പറയാൻ ഒരു പോയിന്റ് ഇവിടെ വിട്ടുപോയിട്ടുണ്ട്. ധ്രുവദീപ്തി അല്ലെങ്കിൽ അറോറ. ധ്രുവദീപ്തി ഈ ഒരു പിക്ചറിൽ കൊടുത്തിട്ടുള്ളതാണ് ധ്രുവദീപ്തി. ഇത്തരം പ്രകാശഭരിതമായിട്ട് ആകാശത്തൊരു വർണ്ണക്കാഴ്ച ഉണ്ടാവുന്നതാണ് ധ്രുവദീപ്തി. നോക്കാം. ധ്രുവപ്രദേശത്ത് ശൈത്യകാലങ്ങളിൽ ശക്തമായ സൗരവാതങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് കാണാൻ കഴിയുന്ന ഒരു പ്രതിഭാസമാണ് ധ്രുവദീപ്തി എന്നത്. ധ്രുവപ്രദേശത്ത് ശൈത്യകാലങ്ങളിൽ ശക്തമായ സൗരവാതങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് കാണാൻ കഴിയുന്ന പ്രതിഭാസമാണ് ധ്രുവദീപ്തി. ഉയർന്ന അക്ഷാംശ പ്രദേശങ്ങളിൽ അന്തരീക്ഷത്തിലെ പ്രകൃതിദത്തമായ വർണ്ണ വെളിച്ചമാണ് ധ്രുവദീപ്തി. ഉയർന്ന അക്ഷാംശ പ്രദേശങ്ങളിൽ അന്തരീക്ഷത്തിലെ പ്രകൃതിദത്തമായ വർണ്ണ വെളിച്ചമാണ് ധ്രുവദീപ്തി അല്ലെങ്കിൽ അറോറ എന്ന് പറയുന്നത്. ഇതിലൊരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ 2 അർദ്ധഗോളങ്ങളിലും അറോറയ്ക്ക് പേര് വ്യത്യാസമുണ്ട്. ഉത്തര ധ്രുവ ഭാഗങ്ങളിൽ അറോറ ബോറിയാലിസിസ് എന്നും ദക്ഷിണ ധ്രുവ ഭാഗങ്ങളിൽ അറോറ ഓസ്ട്രിയാലിസിസ് എന്നുമാണ് പറയുന്നത്. അറോറ ഓസ്ട്രിയാലിസിസ് എന്നുമാണ് പറയപ്പെടുന്നത്. ദക്ഷിണ ധ്രുവ ഭാഗങ്ങളിൽ അറോറ ഓസ്ട്രിയാലിസിസ് എന്ന പേരിലും ഉത്തര ധ്രുവ ഭാഗങ്ങളിൽ അറോറ ബോറിയാലിസിസ് എന്നുമാണ് പറയുന്നത്. ഓസ്ട്രേലിയ തെക്ക് ഭാഗത്തല്ലേ, ദക്ഷിണ ഭാഗത്തല്ലേ, അപ്പോൾ വേണമെങ്കിൽ അങ്ങനെ ഓർത്ത് വെക്കാം. ദക്ഷിണ ഭാഗത്ത് ഓസ്ട്രാലിസിസ് അറോറ ഓസ്ട്രാലിസിസ് എന്നും, അതുപോലെ പിന്നെ വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതാണ് ഉത്തരങ്ങൾ എന്ന് പറയുന്നത് ബോറിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണല്ലോ, കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഉത്തരങ്ങൾ ബോറിംഗ് ആണ് എന്ന രീതിയിൽ വേണമെങ്കിൽ അങ്ങനെ ഓർത്ത് വെക്കാം കേട്ടോ. പഠിക്കാൻ എളുപ്പത്തിന് ഉപയോഗിക്കാമെങ്കിൽ മാത്രം പറഞ്ഞു എന്നേ ഉള്ളൂ. ഉത്തര ധ്രുവ ഭാഗങ്ങളിൽ അറോറ ബോറിയാലിസിസ് എന്നും ദക്ഷിണ ധ്രുവ ഭാഗങ്ങളിൽ ഓസ്ട്രാലിസിസ് എന്നുമാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു ഭാഗം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി ഈ പട്ടിക ഒന്ന് പൂർത്തിയാക്കി നോക്കാം. അതായത് നമ്മൾ പഠിച്ചത് മനസ്സിലായോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ് ആക്ടിവിറ്റി. ഒന്ന് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. പറയുന്നതിന് മുന്നേ ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് പോസ് ചെയ്തിട്ടൊന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കി നോക്കൂ. എന്നിട്ട് ജസ്റ്റ് ആൻസേഴ്സ് ഒന്ന് റീചെക്ക് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്കിത് ക്ലിയർ ആയോ ഇല്ലയോ എന്ന് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നോക്കാം. സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനം ഭൂമധ്യരേഖയിൽ വരുന്ന സമയത്ത് ഏതൊക്കെ ദിവസങ്ങളിലാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 1 സെപ്റ്റംബർ 23 തന്നിട്ടുണ്ട്. അതുപോലെ വസന്ത വിഷുവം എന്ന് വിളിക്കുന്ന ദിവസം ഏതാണത്? മാർച്ച് 21 മാർച്ച് 21 ആ മാർച്ച് 21 വസന്ത വിഷുവം എന്ന് പറയുന്നു. സെപ്റ്റംബർ 23 എന്താണ് പറയുന്നത്? ശരത് വിഷുവം എന്നാണ് പറയുന്നത്. ശരത് വിഷുവം എന്ന് പറയുന്നു. ഇവിടെ ഉത്തരാർദ്ധഗോളത്തിൽ പകലിൻ്റെയും രാത്രിയുടെയും ദൈർഘ്യം തുല്യമായിരിക്കും. ദക്ഷിണാർദ്ധഗോളത്തിലോ? ഭൂമധ്യരേഖയിലല്ലേ സൂര്യൻ്റെ സ്ഥാനം. അപ്പോൾ ദക്ഷിണാർദ്ധഗോളത്തിലും പകലിൻ്റെയും രാത്രിയുടെയും ദൈർഘ്യം തുല്യമായിരിക്കും. കിട്ടിയിരുന്നോ? ഓക്കെ, അടുത്തത് ഉത്തരായന രേഖയിൽ സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനം ഉത്തരായന രേഖയിൽ വരുന്ന ദിവസം ഏതാണ്? നമ്മൾക്ക് ഉത്തരായന രേഖയിലാണ് ഏറ്റവും ദൈർഘ്യമായ പകൽ ലഭിക്കുന്ന ദിവസം യോഗ ഡേ ആയിട്ടുള്ള ജൂൺ 21 ജൂൺ 21 എന്താണ് പറയുന്നത്? ഗ്രീഷ്മ അയനാന്ത ദിനം എന്നാണ്. ഗ്രീഷ്മ അയനാന്ത ദിനം. അവിടെ പകലിൻ്റെ ദൈർഘ്യം കൂടുതലായിരിക്കും. പകലിൻ്റെ ദൈർഘ്യം ഏറ്റവും കൂടുതലായിരിക്കും. അതുപോലെ രാത്രിയുടെ ദൈർഘ്യം ഏറ്റവും ഹ്രസ്വമായ രാത്രിയായിരിക്കും, ഏറ്റവും കുറവായിരിക്കും. ദക്ഷിണാർദ്ധഗോളം എന്നാണ് ഉദ്ദേശിച്ചത്. ഉത്തരാർദ്ധഗോളത്തിൽ പകൽ ഏറ്റവും കൂടുതലും അവിടെ രാത്രി കുറവുമായിരിക്കും. എന്നാൽ ദക്ഷിണാർദ്ധഗോളത്തിൽ പകല് കുറവും അതുപോലെ രാത്രി കൂടുതലുമായിരിക്കും. പകലിൻ്റെ ദൈർഘ്യം ഏറ്റവും കുറവും രാത്രി കൂടുതലുമായിരിക്കും. ജൂൺ 21 അനുഭവപ്പെടുന്ന പ്രതിഭാസമാണ് പറഞ്ഞത് കേട്ടോ.
ഇനി ദക്ഷിണായന രേഖയിലാണ് സൂര്യന്റെ സ്ഥാനം വരുന്നത് എങ്കിൽ ആ ദിവസം ഏതാണ്? ഡിസംബർ 22 തന്നിട്ടുണ്ട്. ആ ദിവസത്തെ നമ്മൾ എന്താണ് പറയുന്നത്? എന്ത് പേരിലാണ് വിളിക്കുന്നത്? ശൈത്യ അയനാന്ത ദിനം എന്നാണ്. ശൈത്യ അയനാന്ത ദിനം, ശൈത്യ അയനാന്ത ദിനം എന്ന് പറയുന്നു. ആ ദിവസം പകലിൻ്റെ ദൈർഘ്യം എന്തായിരിക്കും? ഏറ്റവും കുറവായിരിക്കും. എവിടെ? ഉത്തരാർദ്ധഗോളത്തിൽ പകലിൻ്റെ ദൈർഘ്യം ഏറ്റവും കുറവും രാത്രിയുടെ ദൈർഘ്യം ഏറ്റവും കൂടുതലും ആയിരിക്കും. ഉത്തരാർദ്ധഗോളത്തിലാണ്. ഏത് അർദ്ധഗോളത്തിലാണെന്നുള്ളത് മാറിപ്പോകരുത് കേട്ടോ. ഇനി ദക്ഷിണാർദ്ധഗോളത്തിലേക്കായിരിക്കുമ്പോൾ പകലിൻ്റെ ദൈർഘ്യം ഏറ്റവും കൂടുതലും ഏറ്റവും ഹ്രസ്വമായിട്ടുള്ള രാത്രിയുമായിരിക്കും അനുഭവപ്പെടുന്നത്. രാത്രി ഏറ്റവും കുറവ് ആയിരിക്കും. ഈ ഒരു ടേബിൾ കംപ്ലീറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. അടുത്ത പോർഷനിലേക്ക് പോവാം. ഋതുക്കൾ അല്ലെങ്കിൽ സീസൺസ്. ഇവിടെ കണ്ടോ 4 സീസൺസ് തന്നിട്ടുണ്ട്. വസന്തകാലം, ഗ്രീഷ്മകാലം, ശരത്കാലം, ശൈത്യകാലം. സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനമാറ്റത്തിനനുസരിച്ച് ഓരോ പ്രദേശത്തും സവിശേഷമായ കാലാവസ്ഥാ സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു. ഈ കാലയളവിനെ ഋതുക്കൾ എന്നാണ് വിളിക്കുന്നത്. സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനമാറ്റത്തിനനുസരിച്ച് ഓരോ പ്രദേശത്തും സവിശേഷമായിട്ടുള്ള കാലാവസ്ഥാ സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും ഈ കാലയളവിനെ നമ്മൾ ഋതുക്കൾ എന്ന് പറയുകയും ചെയ്യുന്നു. ഭൂമിയുടെ പരിക്രമണവും സൗരോർജ ലഭ്യതയിലെ ഏറ്റക്കുറച്ചിലുകളുമാണ് ഋതുക്കളുടെ മാറ്റത്തിന് കാരണം. പ്രധാനമായിട്ടും ഭൂമിയുടെ പരിക്രമണമാണ് ഋതുഭേദങ്ങൾക്ക് കാരണമായിട്ട് വരുന്നത്. അതുപോലെ തന്നെ സൗരോർജം, ഭൂമിയുടെ ആപേക്ഷിക സ്ഥാനമാറ്റം വരുമ്പോൾ സൗരോർജത്തിൻ്റെ ലഭ്യതയിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നു. അതാണ് ഋതുക്കൾ മാറി വരുന്നതിന് കാരണം. ഒരു വർഷത്തിൽ വസന്തകാലം, ഗ്രീഷ്മകാലം, ശരത്കാലം, ശൈത്യകാലം എന്നിങ്ങനെ കാലങ്ങൾ ചാക്രികമായി ആവർത്തിക്കപ്പെടുന്ന ഋതുഭേദങ്ങളാണ്. വസന്തകാലം, ഗ്രീഷ്മകാലം, ശൈത്യകാലം, ശരത്കാലം എന്നിങ്ങനെ 4 കാലങ്ങളാണ് പ്രധാനമായും നമുക്ക് അനുഭവപ്പെടുന്നത്. വിവിധ ഋതുക്കളും അവയുടെ സവിശേഷതകളുമാണ് ഇവിടെ തന്നിട്ടുള്ളത്. നോക്കാം. വസന്തകാലം, സ്പ്രിംഗ് സീസൺ. സസ്യങ്ങൾ പൂക്കുകയും കായ്ക്കുകയും ചെയ്യുന്ന കാലമാണ് വസന്തകാലം. ഇക്കാലയളവിൽ പകലിൻ്റെ ദൈർഘ്യം ക്രമേണ കൂടി വരികയാണ് ചെയ്യുന്നത്. പകലിൻ്റെ ദൈർഘ്യം കൂടി വരുന്നു. സസ്യങ്ങൾ പൂക്കുകയും കായ്ക്കുകയും ചെയ്യുന്ന കാലം വസന്തകാലമാണ്. ഇനി ഗ്രീഷ്മകാലത്തിലേക്ക് വരുമ്പോൾ, ഗ്രീഷ്മകാലം എന്നാൽ സമ്മറാണ്. ഉയർന്ന അന്തരീക്ഷ താപനില അനുഭവപ്പെടുന്ന കാലമാണ് ഗ്രീഷ്മകാലം അല്ലെങ്കിൽ സമ്മർ. പൊതുവെ ദൈർഘ്യമേറിയ പകലുകളായിരിക്കും അനുഭവപ്പെടുന്നത്. ചൂട് കൂടുതലായിരിക്കും, പകലുകളുടെ ദൈർഘ്യം കൂടുതലായിരിക്കും. അതിനുശേഷമാണ് ശരത്കാലം, ഓട്ടമൻ സീസൺ വരുന്നത്. ശൈത്യകാലത്തിൻ്റെ മുന്നോടിയായിട്ട് വൃക്ഷങ്ങൾ ഇല പൊഴിക്കുന്ന കാലമാണ് ശരത്കാലം. സസ്യങ്ങൾ അല്ലെങ്കിൽ വൃക്ഷങ്ങൾ ഇല പൊഴിക്കുന്നു. ഇക്കാലയളവിൽ പകലിൻ്റെ ദൈർഘ്യം ക്രമേണ കുറഞ്ഞാണ് വരുന്നത്. ശരത്കാലത്തിൽ പകലിൻ്റെ ദൈർഘ്യം കുറഞ്ഞു വരുന്നു. വൃക്ഷങ്ങൾ ഇല പൊഴിക്കുന്ന കാലമാണ്. ശൈത്യകാലത്തിൻ്റെ മുന്നോടിയായിട്ട് വൃക്ഷങ്ങൾ ഇല പൊഴിക്കുന്നു. ഇനി ശൈത്യകാലം, വിൻ്റർ ആകുമ്പോൾ ഏറ്റവും കുറഞ്ഞ അന്തരീക്ഷ താപനിലയായിരിക്കും അനുഭവപ്പെടുന്നത്. മഞ്ഞുവീഴ്ച അനുഭവപ്പെടുന്നു. പൊതുവെ ദൈർഘ്യമേറിയ രാത്രികളായിരിക്കും അനുഭവപ്പെടുന്നത്. ദൈർഘ്യമേറിയ പകലുകൾ ഗ്രീഷ്മകാലത്തിലും ദൈർഘ്യമേറിയ രാത്രികൾ ശരത്കാലത്തിലുമായിരിക്കും അനുഭവപ്പെടുന്നത്. ഈ ഒരു ഭാഗം ക്ലിയർ ആയല്ലോ. അപ്പം ഇനി നോക്കാം. സൂര്യൻ്റെ അയനം, കാലയളവ്, ഋതുഭേദങ്ങൾ ഏതൊക്കെ ഉത്തരാർദ്ധഗോളത്തിലും ദക്ഷിണാർദ്ധഗോളത്തിലും ഏത് അർദ്ധഗോളത്തിൽ എപ്രകാരമാണ് വരുന്നത് എന്ന് ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം. കൺഫ്യൂസിങ് ആണ്. ഓക്കെ, നോക്കാം. സൂര്യൻ ഭൂമധ്യരേഖയിൽ നിന്നും ഉത്തരായന രേഖയിലേക്ക് പോകുമ്പോൾ അതായത് മാർച്ച് 21 മുതൽ ജൂൺ 21 വരെ ഉത്തരാർദ്ധഗോളത്തിൽ വസന്തകാലമായിരിക്കും. ഉത്തരാർദ്ധഗോളത്തിൽ വസന്തകാലവും ദക്ഷിണാർദ്ധഗോളത്തിൽ എന്താണ്? ശരത്കാലവുമായിരിക്കും അനുഭവപ്പെടുന്നത്. നമ്മൾ ഉത്തരാർദ്ധഗോളത്തിലായതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഏതാണ് എന്നുള്ളത് ഉത്തരാർദ്ധഗോളം പഠിച്ചു വെക്കുക. അതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ദക്ഷിണാർദ്ധഗോളത്തിൽ എന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതി. അപ്പോൾ മാർച്ച് 21 മുതൽ ജൂൺ 21 വരെ നമുക്ക് വസന്തകാലമായിരിക്കും അനുഭവപ്പെടുന്നത്. ദക്ഷിണാർദ്ധഗോളത്തിൽ ശരത്കാലം. ഉത്തരായന രേഖയിൽ നിന്നും ഭൂമധ്യരേഖയിലേക്ക് ജൂൺ 21 മുതൽ സെപ്റ്റംബർ 23 വരെയുള്ള കാലത്ത്
നമുക്ക് ഉത്തരാർദ്ധഗോളത്തിൽ ഗ്രീഷ്മകാലമായിരിക്കും, ദക്ഷിണാർദ്ധഗോളത്തിൽ ശൈത്യകാലവും അനുഭവപ്പെടുന്നു. ഇനി ഭൂമധ്യരേഖ, ഇപ്പോൾ ഭൂമധ്യരേഖ വരെ എത്തി, ഉത്തരായന രേഖയിൽ നിന്നും ഭൂമധ്യരേഖയിലെത്തി. ഇനി ഭൂമധ്യരേഖയിൽ നിന്നും ദക്ഷിണായന രേഖയിലേക്ക് സഞ്ചരിക്കുമ്പോൾ സെപ്റ്റംബർ 23 മുതൽ ഡിസംബർ 23 വരെ നമുക്ക് എന്താണ്? ശരത്കാലമാണ്. നമുക്ക് ശരത്കാലമാണ്. ദക്ഷിണാർദ്ധഗോളത്തിൽ അത് വസന്തകാലമായിട്ടായിരിക്കും ആ ഒരു കാലയളവ് അനുഭവപ്പെടുന്നത്. ഇനി ദക്ഷിണായന രേഖയിൽ നിന്നും ഭൂമധ്യരേഖയിലേക്ക് തിരിച്ചു വരുന്ന ആ ഒരു കാലയളവ് ഡിസംബർ 22 മുതൽ മാർച്ച് 21 വരെ നമുക്ക് ശൈത്യകാലമായിട്ടാണ് അനുഭവപ്പെടുന്നത്. ഡിസംബർ മുതൽ മാർച്ച് വരെ കൂട്ടണ്ട, പക്ഷേ കണക്ക് പ്രകാരം ശൈത്യകാലമാണ് ഉത്തരാർദ്ധഗോളത്തിൽ. ഗ്രീഷ്മകാലമായിരിക്കും ദക്ഷിണാർദ്ധഗോളത്തിൽ. ദക്ഷിണായനം മാത്രമാണ് വരുന്നത്, എന്താണെന്നറിയില്ല. ദക്ഷിണാർദ്ധഗോളമാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ദക്ഷിണാർദ്ധഗോളത്തിൽ ദക്ഷിണായന രേഖയിൽ നിന്നും ഭൂമധ്യരേഖയിലേക്ക് സൂര്യൻ സഞ്ചരിക്കുമ്പോൾ ഗ്രീഷ്മകാലമായിരിക്കും അനുഭവപ്പെടുന്നത്. ഉത്തരാർദ്ധഗോളത്തിൽ ശൈത്യകാലമാണ് അനുഭവപ്പെടുന്നത്. ഇത് ക്ലിയർ ആണോ? ഇത് കൺഫ്യൂസിങ് ആണ്, കുറച്ചൊന്ന് ശ്രദ്ധിച്ച് വായിക്കുക. ഈ ആൻസേഴ്സ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഇത് കുറച്ചും കൂടി ക്ലിയർ ആവുന്നതായിരിക്കും. ഓക്കെ, നോക്കാം. ഉത്തരാർദ്ധഗോളത്തിൽ ഗ്രീഷ്മകാലത്തിൽ സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനത്തിന് എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നത്? ഗ്രീഷ്മകാലത്തിൽ ഉത്തരാർദ്ധഗോളത്തിൽ എന്ത് സംഭവിക്കുന്നു? ഉത്തരായന രേഖയിൽ നിന്നും സൂര്യൻ ഭൂമധ്യരേഖയിലേക്ക് സഞ്ചരിക്കുകയാണ് ചെയ്യുന്നത്. ഗ്രീഷ്മകാലത്ത് എന്താണ് സൂര്യൻ്റെ മാറ്റം? ഉത്തരായന രേഖയിൽ നിന്നും ഭൂമധ്യരേഖയിലേക്ക് സൂര്യൻ മാറി വരുന്നു, സൂര്യൻ സഞ്ചരിക്കുന്നു. അടുത്തത്, ദക്ഷിണാർദ്ധഗോളത്തിൽ ശരത്കാലമായിരിക്കുമ്പോൾ ഉത്തരാർദ്ധഗോളത്തിൽ ഏത് ഋതുവാണ്? ദക്ഷിണാർദ്ധഗോളത്തിൽ ശരത്കാലമായിരിക്കുമ്പോൾ ഉത്തരാർദ്ധഗോളത്തിൽ വസന്തകാലമാണ്. വസന്തകാലമായിരിക്കും. ഓക്കെ, സെപ്റ്റംബർ 23 മുതൽ ഡിസംബർ 22 വരെ ദക്ഷിണാർദ്ധഗോളത്തിൽ ഏത് ഋതുവാണ്? ഏത് അർദ്ധഗോളമാണെന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ദക്ഷിണാർദ്ധഗോളത്തിൽ സെപ്റ്റംബർ 23 മുതൽ ഡിസംബർ 22 വരെ വസന്തകാലം തന്നെയാണ്. ഓക്കെ, സൂര്യന്റെ ആപേക്ഷിക സ്ഥാനം ദക്ഷിണായന രേഖയിൽ നിന്ന് ഭൂമധ്യരേഖയിലേക്ക് നീങ്ങുമ്പോൾ ദക്ഷിണാർദ്ധഗോളത്തിൽ ഏത് ഋതുവാണ്? ഗ്രീഷ്മമാണ്. ഓക്കെ, ഗ്രീഷ്മകാലമാണ്. അപ്പോൾ ഈ ഉത്തരങ്ങൾ കിട്ടിയില്ലെങ്കിൽ സാരല്ല, കൺഫ്യൂസിങ് ആയതുകൊണ്ടാണ്. നിങ്ങൾ ഇതൊന്നും കൂടി ഒന്ന് റിവൈസ് ചെയ്ത് നോക്കിയാൽ മതി, ആൻസേഴ്സ് കിട്ടും. ഈ ദിവസങ്ങളൊന്ന് ഓർത്തിരിക്കുക. ഋതുക്കൾ കൃത്യമായും ഓർത്തിരുന്നില്ലെങ്കിലും ദിവസങ്ങൾ നമ്മൾ എന്തായാലും പഠിച്ചിരിക്കണം, അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഓക്കെ, ഇന്ത്യയിലെ പരമ്പരാഗത ഋതുക്കളെ പൊതുവായി 4ആയി തിരിച്ചിട്ടുണ്ടെങ്കിലും ഇന്ത്യയിൽ അന്തരീക്ഷ സ്ഥിതി മാറ്റങ്ങൾ അടിസ്ഥാനമാക്കി 6 വ്യത്യസ്ത ഋതുക്കൾ ഉള്ളതായി കണക്കാക്കുന്നുണ്ട്. വസന്തകാലം മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ഇന്ത്യയിൽ അനുഭവപ്പെടുന്നത് വസന്തകാലമാണ്. ഗ്രീഷ്മകാലം മെയ് ജൂൺ മാസങ്ങളിൽ നമുക്ക് ഗ്രീഷ്മകാലമായിട്ടാണ് അനുഭവപ്പെടുന്നത്. ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ വർഷകാലം, നല്ല മഴ ലഭിക്കുന്ന കാലം ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളാണ്. ശരത്കാലം സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളാണ്. ഹേമന്തകാലം നവംബർ ഡിസംബർ ആണ്. ശിശിരകാലം ജനുവരി ഫെബ്രുവരി. ഇങ്ങനെ 6 തരത്തിലാണ് ഇന്ത്യയിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഋതുക്കൾ അനുഭവപ്പെടുന്നത്. വസന്തകാലം, ഗ്രീഷ്മകാലം, വർഷകാലം, ശരത്കാലം, ഹേമന്തകാലം, ശിശിരകാലം എന്നിങ്ങനെ 6 വ്യത്യസ്ത ഋതുക്കൾ ഇന്ത്യയിൽ പൊതുവെ അനുഭവപ്പെടുന്നതായി കണക്കുകൾ പറയുന്നു. അപ്പോൾ അടുത്ത നമുക്ക് സമയമാണ് പഠിക്കാനുള്ളത്. സമയം 2024 ജനുവരി 14 റിയൽ മാഡ്രിഡും FC ബാഴ്സലോണയും തമ്മിൽ ബാഴ്സലോണയിൽ വെച്ച് നടന്ന സ്പാനിഷ് സൂപ്പർ കപ്പ് ഫുട്ബോൾ ഫൈനൽ മത്സരത്തിൻ്റെ തൽക്ഷമയ സംരക്ഷണം വ്യത്യസ്ത ഇടങ്ങളിൽ ദൃശ്യമാകുന്ന സമയമാണ് ഇവിടെ ഈ ഒരു പിക്ചറിൽ തന്നിട്ടുള്ളത്. 3:1.6 തന്നിട്ടുള്ളത്. ഇവിടെ കണ്ടോ, ടൈം വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അപ്പോൾ സമയം എന്നത് എങ്ങനെയാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ ആദ്യമായി പറഞ്ഞിട്ടുള്ളത്. ബാക്കി നോക്കാം. തത്സമയ സംരക്ഷണമാണെങ്കിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ളവർ വ്യത്യസ്ത സമയങ്ങളിലാണ് മത്സരം വീക്ഷിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലായി. ന്യൂയോർക്കിൽ 2 മണിക്കാണ്, ലണ്ടനിൽ 7 മണിക്കാണ്, മോസ്കോയിലെത്തുമ്പോൾ അത് 10 മണിയായി. എന്നാൽ ഡൽഹിയിലേക്ക് വരുമ്പോൾ 12:30 AM ആയി മാറി. അപ്പോൾ ഈ ഒരു ലൈനിന് എന്തോ ഒരു പ്രത്യേകത ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു. അതാണ് പഠിക്കാൻ പോകുന്നത്.
ഭൂമിക്ക് ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ അഥവാ ഭൂമി അതിൻ്റെ സ്വാഭാവിക അച്ചുതണ്ടിൽ 360 ഡിഗ്രി തിരിഞ്ഞു വരാനായി 24 മണിക്കൂർ സമയമെടുക്കുന്നു. 15 ഡിഗ്രി തിരിയാൻ വേണ്ടി 1 മണിക്കൂർ, അതായത് 60 മിനിറ്റ് ആണെങ്കിൽ 1 ഡിഗ്രി തിരിയാൻ വേണ്ടി 4 മിനിറ്റ് സമയമാണ് എടുക്കുന്നത്. ഭൂമി അതിൻ്റെ സ്വാഭാവിക അച്ചുതണ്ടിൽ 360 ഡിഗ്രി തിരിയാൻ വേണ്ടി 24 മണിക്കൂർ സമയമെടുക്കുന്നു. 1 ഡിഗ്രി തിരിയാൻ വേണ്ടി എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 4 മിനിറ്റാണ്. 4 മിനിറ്റ്. അതായത് ഓരോ ഡിഗ്രി രേഖാംശ വ്യാപ്തിക്കും ആനുപാതികമായി സമയ വ്യത്യാസം എന്ന് പറയുന്നത് 4 മിനിറ്റാണ്. ഓരോ ഡിഗ്രി രേഖാംശ വ്യാപ്തിക്കും ആനുപാതികമായിട്ടുള്ള സമയ വ്യത്യാസം 4 മിനിറ്റാണ്. ഇതിനെ അടിസ്ഥാനമാക്കിയാണ് സമയം കണക്കാക്കുന്നത്. ഓക്കെ, പ്രാദേശിക സമയം നോക്കാം. ലോക്കൽ ടൈം. പണ്ട് കാലങ്ങളിൽ നിഴലിനെയും സൂര്യൻ്റെ ഉച്ചസ്ഥാനത്തെയും അടിസ്ഥാനമാക്കിയാണ് ഓരോ പ്രദേശത്തെയും പ്രാദേശിക സമയം നിർണ്ണയിച്ചിരുന്നത്. നമ്മൾ കണ്ടിട്ടില്ലേ, നമ്മളെ പ്രായമായിട്ടുള്ളവരൊക്കെ ആകാശത്തേക്ക് നോക്കിയിട്ട് സൂര്യൻ്റെ സ്ഥാനം നോക്കിയിട്ട് ഏകദേശം ഇത്ര മണിയായി എന്ന് പറയുന്നത്, അതാണ് ഇവിടെ പറഞ്ഞത്. പണ്ട് കാലങ്ങളിൽ അങ്ങനെയായിരുന്നു. സൂര്യൻ്റെ സ്ഥാനം ഒരാളുടെ തലയ്ക്ക് മുകളിൽ എത്തുന്ന സമയം ഉച്ചയ്ക്ക് 12 മണി എന്നാണ് കണക്കാക്കിയിരുന്നത്. നിഴലിൻ്റെ നീളം ഏറ്റവും കുറഞ്ഞ സമയമാണ് ഉച്ചയ്ക്ക് 12 മണി. ഇത്തരത്തിൽ നിഴലിൻ്റെ നീളം, സൂര്യൻ്റെ സ്ഥാനം എന്നിവ അടിസ്ഥാനമാക്കി കണക്കാക്കുന്ന സമയത്തെ പ്രാദേശിക സമയം എന്നാണ് പറയുന്നത്. പ്രാദേശിക സമയം ഇതുപോലെ, ഇത് 12 മണിയാണ്. എന്നാൽ മാനക സമയം എന്നത് വ്യത്യാസപ്പെട്ടിരിക്കുന്നുണ്ട്. അത് സ്റ്റാൻഡേർഡ് ടൈം, മാനക സമയം. ഓരോ രേഖാംശ രേഖയിലും പ്രാദേശിക സമയം വ്യത്യസ്തമായിരിക്കും. ഓരോ രേഖാംശ രേഖയിലും പ്രാദേശിക സമയം എന്നത് ഒരുപോലെ ആയിരിക്കില്ല, വ്യത്യാസപ്പെട്ടിരിക്കും. അങ്ങനെയാണെങ്കിൽ ഓരോ രാജ്യത്തിനും പ്രത്യേകം പ്രാദേശിക സമയം ഉണ്ടാകും. ഇത് ഒരു രാജ്യത്തിൽ പൊതുവായിട്ടുള്ള പരീക്ഷകൾ, റെയിൽവേ സമയം, റേഡിയോ സംപ്രേക്ഷണം എന്നിവയ്ക്കൊക്കെ ആശയക്കുഴപ്പം ഉണ്ടാക്കും എന്നതുകൊണ്ട് ഈ പ്രതിസന്ധി മറികടക്കുന്നതിന് വേണ്ടി രാജ്യങ്ങൾ അന്താരാഷ്ട്ര ധാരണയുടെ അടിസ്ഥാനത്തിൽ 7.5 ഡിഗ്രി രേഖാംശ രേഖയുടെ ഗുണിതമായി വരുന്ന രേഖാംശ രേഖയെ മാനക രേഖാംശ രേഖയായി പരിഗണിക്കുന്നു. ഇത്തരത്തിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന മാനക രേഖാംശ രേഖയിലെ പ്രാദേശിക സമയത്തെ ആ രാജ്യത്തിൻ്റെ മാനക സമയമായി, സ്റ്റാൻഡേർഡ് സമയമായി കണക്കാക്കുന്നു. മാനക സമയം അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ടൈം എങ്ങനെയാണ് കണക്കാക്കുന്നത് എന്നാണ് പറഞ്ഞത്. ഓരോ രേഖാംശ രേഖയിലും പ്രാദേശിക സമയം വ്യത്യാസപ്പെട്ടിരിക്കും. അതിനനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഓരോ സ്ഥലവും, ഭൂമിയിലെ ഓരോ സ്ഥലവും ഓരോ രേഖാംശ രേഖയിലല്ലേ, അപ്പോൾ അതിനനുസരിച്ച് നോക്കുമ്പോൾ ഓരോ സ്ഥലത്തിനും ഓരോ സമയമായിരിക്കും. അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഓരോ സ്ഥലത്തും ഓരോ സമയമായി അനുഭവപ്പെട്ടാൽ ഒന്നിച്ചൊരു പരീക്ഷയൊക്കെ നടത്തുന്ന സമയത്ത്, അതുപോലെ റേഡിയോ സംരക്ഷണം, റെയിൽവേ സമയം, ഇതൊക്കെ വ്യത്യാസപ്പെടും എന്നതുകൊണ്ട് അതൊക്കെ ഒരു പ്രശ്നമായി വന്നേക്കാം, ആശയക്കുഴപ്പമായിരിക്കാം എന്നതുകൊണ്ട് അതിനൊരു പ്രതിസന്ധി മാറ്റുന്നതിന് വേണ്ടി, ആ ഒരു പ്രതിസന്ധി മറികടക്കുന്നതിന് വേണ്ടി രാജ്യങ്ങൾ ഒരു അന്താരാഷ്ട്ര ധാരണയിലെത്തി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് 7.5 ഡിഗ്രി രേഖാംശ രേഖയുടെ ഗുണിതമായിട്ട് വരുന്ന രേഖാംശ രേഖയെ മാനക രേഖാംശമായിട്ട് സ്ഥിരപ്പെടുത്തിയത്. മാനക രേഖാംശം അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ടൈമായിട്ട് നമ്മൾ പരിഗണിക്കുന്നത്. ഈ ഒരു സ്റ്റാൻഡേർഡ് ടൈം രേഖ അല്ലെങ്കിൽ ഈ ഒരു ടൈം ലൈനിൻ്റെ മാനക രേഖാംശ രേഖയിലെ പ്രാദേശിക സമയത്തെ കണക്കാക്കുന്നത് പ്രാദേശിക സമയത്തെ ആ രാജ്യത്തിൻ്റെ മാനക സമയമായിട്ട് കണക്കാക്കുന്നു. ഇത്തരത്തിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന മാനക രേഖാംശ രേഖയിലെ പ്രാദേശിക സമയത്തെ ആ രാജ്യത്തിൻ്റെ മാനക സമയമായിട്ടാണ് കണക്കാക്കുന്നത്. ഓക്കെ ആണോ? ഓക്കെ. ഇനി ഗ്രീനിച്ച് സമയത്തിലേക്ക് വരാം. ഗ്രീനിച്ച് സമയത്തിലേക്ക് വരുന്നതിന് മുന്നേ നമുക്ക് ഈ ജന്തർ മന്ദർ ഒന്ന് വായിക്കാം. ഇതാണ് ജന്തർ മന്ദർ. 18-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ജയ്പൂർ മഹാരാജാവായ ജയ്സിംഗ് രണ്ടാമൻ ജയ്പൂരിൽ നിർമ്മിച്ച ജ്യോതിശാസ്ത്ര നിരീക്ഷണ കേന്ദ്രമാണ് ജന്തർ മന്ദർ. 18-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ജയ്പൂർ മഹാരാജാവായ ജയ്സിംഗ് രണ്ടാമൻ ജയ്പൂരിൽ നിർമ്മിച്ച ജ്യോതിശാസ്ത്ര നിരീക്ഷണ കേന്ദ്രമാണ് ജന്തർ മന്ദർ. ഇതിൽ 20 പ്രധാന ജ്യോതിശാസ്ത്ര ഉപകരണങ്ങൾ ഒരു പ്രദേശത്ത് നിർമ്മിച്ചിരിക്കുന്നു.
ഇവ ഉപയോഗിച്ച് നഗ്ന നേത്രങ്ങൾ കൊണ്ട് ജ്യോതിശാസ്ത്ര സ്ഥാനങ്ങൾ നിരീക്ഷിക്കുന്നതിനായി സാധിച്ചിരിക്കുന്നു. ഇന്ത്യയിലെ 5 ജ്യോതിശാസ്ത്ര നിരീക്ഷണ കേന്ദ്രങ്ങളിൽ ഏറ്റവും വലുതും പ്രധാനപ്പെട്ടതുമാണ് ഇത്. മറ്റുള്ളവ ഡൽഹി, ഉജ്ജയിൻ, മധുര, വാരാണസി എന്നിവിടങ്ങളിലാണ്. 2010 ഈ സ്ഥലം യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തി. ഇവിടെയുള്ള ഉപകരണങ്ങൾ അക്കാലത്ത് വളരെ കൃത്യതയോടുകൂടി പ്രാദേശിക സമയം നിർണ്ണയിക്കാനായി സഹായിച്ചിരുന്നു. പ്രാദേശിക സമയത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇത്തരത്തിൽ പ്രാദേശിക സമയം നിർണ്ണയിക്കാനായി സഹായിച്ചിരുന്ന ഉപകരണങ്ങൾ ഉൾപ്പെടുന്നതാണ് ജന്തർ മന്തർ. 18-ാം നൂറ്റാണ്ടിലാണ് ജയ്പൂർ മഹാരാജാവായിരുന്ന ജയ്സിംഗ് രണ്ടാമൻ ജന്തർ മന്തർ സ്ഥാപിക്കുന്നത്. ഇതാണ് ഏറ്റവും വലുതും പ്രധാനപ്പെട്ടതുമായിട്ടുള്ള ജ്യോതിശാസ്ത്ര നിരീക്ഷണ കേന്ദ്രം. 2010 ജന്തർ മന്തർ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ടു. അപ്പോൾ അത് ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് ഗ്രീനിച്ച് സമയം അല്ലെങ്കിൽ ഗ്രീൻവിച്ച് മീൻ ടൈം എന്താണെന്ന് നോക്കാം. ഇതാണ് ആ ക്ലോക്ക് ടവർ കേട്ടോ. അക്ഷാംശ വൃത്തങ്ങളുടെ വലിപ്പം ഭൂമധ്യരേഖയിൽ നിന്ന് ധ്രുവങ്ങളിലേക്ക് പോകുന്തോറും കുറഞ്ഞു വരുന്നതായി നമുക്കറിയാം. അക്ഷാംശം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് സർക്കിളായിട്ട് എടുക്കുകയാണെങ്കിൽ അക്ഷാംശം ഇതാണല്ലോ. അക്ഷാംശം ധ്രുവപ്രദേശങ്ങളിലേക്ക് വരുന്തോറും കുറഞ്ഞു വരുന്നു. എന്നാൽ രേഖാംശ വൃത്തങ്ങൾ അർദ്ധവൃത്തങ്ങളാണ്. എല്ലാ രേഖാംശ വൃത്തങ്ങളും ഒരേപോലെ തന്നെയല്ലേ? എല്ലാ വൃത്തങ്ങളും ഒരേപോലെയാണ്, കുറഞ്ഞൊന്നും വരുന്നില്ല. അതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര സമയനിർണയ സൗകര്യത്തിനായി ഇംഗ്ലണ്ടിലെ റോയൽ ബ്രിട്ടീഷ് വാനനിരീക്ഷണശാല സ്ഥിതി ചെയ്യുന്ന ഗ്രീനിച്ച് എന്ന സ്ഥലത്തു കൂടി കടന്നുപോകുന്ന രേഖാംശ രേഖയെ 0 ഡിഗ്രി രേഖാംശ രേഖയായി കണക്കാക്കുന്നു. അന്താരാഷ്ട്ര സമയനിർണയ സൗകര്യത്തിന് വേണ്ടിയിട്ട് ഇംഗ്ലണ്ടിലെ റോയൽ ബ്രിട്ടീഷ് വാനനിരീക്ഷണശാല സ്ഥിതി ചെയ്യുന്ന ഗ്രീനിച്ച് എന്ന സ്ഥലത്ത് കടന്നു പോകുന്ന രേഖാംശ രേഖയെ 0 ഡിഗ്രി രേഖാംശ രേഖ, അതായത് പ്രൈം മെറിഡിയനായി കണക്കാക്കുന്നു. ഇതിനെ പ്രൈം മെറിഡിയൻ എന്നും പ്രൈം മെറിഡിയനിലെ പ്രാദേശിക സമയത്തെ ഗ്രീനിച്ച് സമയം എന്നുമാണ് വിളിക്കുന്നത്. അന്താരാഷ്ട്ര സമയനിർണയത്തിൻ്റെ സൗകര്യത്തിന് വേണ്ടിയിട്ട് ഇംഗ്ലണ്ടിലെ ഗ്രീനിച്ച് എന്ന സ്ഥലത്തുകൂടി കടന്നു പോകുന്ന രേഖാംശ രേഖയെ 0 ഡിഗ്രി രേഖാംശ രേഖയായി കണക്കാക്കി അതിനെ പ്രൈം മെറിഡിയൻ എന്നാണ് വിളിക്കുന്നത്. ഈ പ്രൈം മെറിഡിയനിലെ സമയത്തെ ഗ്രീനിച്ച് സമയം എന്നാണ് വിളിക്കുന്നത്. ലോകത്ത് എവിടെയും യാത്രികർ സമയം കണക്കാക്കുന്നത് ഗ്രീനിച്ച് സമയത്തെ അടിസ്ഥാനമാക്കിയാണ്. ഗ്രീനിച്ച് സമയത്തെ അടിസ്ഥാനമാക്കിയാണ്. ഭൂമിയുടെ ഭ്രമണം പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടായതിനാൽ ഗ്രീനിച്ച് രേഖയിൽ നിന്ന് കിഴക്കോട്ട് ഓരോ രേഖാംശ രേഖയും കടക്കുമ്പോൾ സമയം 4 മിനിറ്റ് കൂടുകയും പടിഞ്ഞാറോട്ട് നീങ്ങുമ്പോൾ 4 മിനിറ്റ് കുറയുകയും ചെയ്യുന്നു. ഇത് വലിയൊരു ചോദ്യമാണ്. ട്വിസ്റ്റിംഗ് ഉണ്ടാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് മാറിപ്പോകും, ശ്രദ്ധിച്ച് പഠിക്കണം. ഭൂമിയുടെ ഭ്രമണം പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടേക്കാണെന്ന് നമുക്ക് നേരത്തെ അറിയാം. ഭൂമിയുടെ ഭ്രമണം പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടേക്കായതിനാൽ ഗ്രീനിച്ച് രേഖയിൽ നിന്ന് കിഴക്കോട്ടേക്ക് ഓരോ രേഖാംശ പോകുന്തോറും സമയം 4 മിനിറ്റ് വെച്ച് കൂടി വരും. എന്നാൽ പടിഞ്ഞാറോട്ടേക്കാണ് നീങ്ങുന്നത് എങ്കിൽ 4 മിനിറ്റ് കുറഞ്ഞാണ് വരുന്നത്. ഇതാണ് പറഞ്ഞത്. ഓക്കെ, ആ പറഞ്ഞത് ക്ലിയർ ആയിട്ടുണ്ട് എങ്കിൽ ഈ ഒരു ആക്ടിവിറ്റി നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഗ്രീനിച്ച് മെറിഡിയനിൽ, അതായത് 0 ഡിഗ്രി രേഖാംശത്തിൽ രാവിലെ 10 മണിയായിരിക്കുമ്പോൾ തൊട്ടടുത്ത് 1 ഡിഗ്രി കിഴക്കും 1 ഡിഗ്രി പടിഞ്ഞാറും തന്നിട്ടുണ്ട്. സമയം എത്രയായിരിക്കുന്നു? നമ്മൾ പറഞ്ഞത് എന്താണ്? 4 മിനിറ്റ് വ്യത്യാസമാണ് വരുന്നത്. പടിഞ്ഞാറേക്ക് പോകുമ്പോൾ, ഇതല്ലേ വെസ്റ്റ്, പടിഞ്ഞാറോട്ട് പോകുമ്പോൾ 4 മിനിറ്റ് കുറഞ്ഞാണ്, നെഗറ്റീവാണ് വരുന്നത്. എന്നാൽ കിഴക്കോട്ട് പോകുമ്പോൾ 4 മിനിറ്റ് കൂടിയാണ് വരുന്നത്. അപ്പോൾ നോക്കാം. 0 ഡിഗ്രി രേഖാംശ രേഖയിൽ 10 AM ആണ്. 1 ഡിഗ്രി കിഴക്കോട്ടേക്ക് പോകുമ്പോൾ 4 മിനിറ്റ് കൂടുന്നു. അപ്പോൾ എത്രയായിരിക്കും സമയം? 10:04 AM ആയിരിക്കും. 10:04 AM. ഇനി പടിഞ്ഞാറോട്ടേക്ക് വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? 4 മിനിറ്റ് കുറവാണ് സംഭവിക്കുന്നത്. അപ്പോൾ 10 മണിക്ക് മുൻപ് 4 മിനിറ്റ് കുറച്ച് കഴിഞ്ഞാൽ 9:56 AM എന്ന് ആൻസർ കിട്ടും. ക്ലിയർ ആണോ ഇത്? ഓക്കെ, അടുത്തത് ഗ്രീനിച്ച് മെറിഡിയനിൽ 0 ഡിഗ്രി രേഖാംശത്തിൽ രാത്രി 9 മണിയായിരിക്കുമ്പോൾ 30 ഡിഗ്രി കിഴക്ക് സമയം എത്രയായിരിക്കും എന്നാണ് അടുത്ത ചോദ്യം. 30 ഡിഗ്രി കിഴക്ക് സമയം എന്ന് പറയുമ്പോൾ
1 ഡിഗ്രിക്ക് 4 മിനിറ്റാണ്. അപ്പോൾ 30 ഡിഗ്രിക്ക് എത്രയായിരിക്കും? 120 മിനിറ്റ് ആയിരിക്കും. 120 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 മണിക്കൂറാണ്. കിഴക്കോട്ടേക്കാകുമ്പോൾ അത് പ്ലസ് ആയിരിക്കും. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? 2 മണിക്കൂർ പ്ലസ് ചെയ്യണം. എത്ര കിട്ടും? 11. അപ്പോൾ 11 PM ആയിരിക്കും 30 ഡിഗ്രി കിഴക്കുള്ള സമയം. കിട്ടിയിരുന്നോ? ഓക്കെ. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം ഇത് കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങളൊന്ന് ഒന്നും കൂടി ഒന്ന് ശ്രദ്ധിച്ച് ചെയ്ത് നോക്കിയാൽ മതി, കിട്ടും കേട്ടോ. ഓക്കെ. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം ഇന്ത്യയിൽ എങ്ങനെയാണ് മാനക രേഖാംശം കണക്കാക്കുന്നത്? നമ്മൾ പറയാറില്ലേ 82.5 ഡിഗ്രി ഈസ്റ്റ് ആണ് നമ്മുടെ സമയം എന്നൊക്കെ. അതാണ് പറയാൻ പോകുന്നത്. ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തുള്ള സംസ്ഥാനമായ അരുണാചൽ പ്രദേശ് 97.5 ഡിഗ്രി 25 മിനിറ്റ് കിഴക്കാണ് സ്ഥിതി ചെയ്യുന്നത്. പടിഞ്ഞാറേ അറ്റമായിട്ടുള്ള ഗുജറാത്ത് 68.5 ഡിഗ്രി 7 മിനിറ്റ് കിഴക്കാണ് ഗുജറാത്ത്. ഏകദേശം 30 ഡിഗ്രി രേഖാംശ വ്യത്യാസമുള്ളത് കൊണ്ട് 2 മണിക്കൂറോളം നമുക്ക് പ്രാദേശിക സമയത്തിൽ വ്യത്യാസം വരാറുണ്ട്. ഗുജറാത്തും അരുണാചൽ പ്രദേശും തമ്മിൽ ഏകദേശം 2 മണിക്കൂറിൻ്റെ വ്യത്യാസം ഉണ്ടാകുന്നുണ്ട്. ഇതുകൊണ്ട് തന്നെ പ്രായോഗിക ബുദ്ധിമുട്ട് ഒഴിവാക്കാനായി രാജ്യത്ത് ഒരു മാനക സമയമാണ് നിശ്ചയിച്ചിട്ടുള്ളത്. 7.5 ഡിഗ്രിയുടെ ഗുണിതമായിട്ടുള്ള 82.5 ഡിഗ്രി കിഴക്ക് രേഖാംശ രേഖയെ ഇന്ത്യയിൽ മാനക രേഖാംശ രേഖയായി തിരഞ്ഞെടുക്കുന്നു. ഇത്തരത്തിൽ അരുണാചൽ പ്രദേശും ഗുജറാത്തും തമ്മിലുള്ള സമയ വ്യത്യാസത്തെ ബാധിക്കാത്ത വിധത്തിൽ പ്രവർത്തികൾ മുന്നോട്ട് പോകുന്നതിനായിട്ട് 7.5 ഡിഗ്രിയുടെ ഗുണിത ഫലമായിട്ടുള്ള 82.5 ഡിഗ്രി കിഴക്കിനെ 82.5 ഡിഗ്രി ഈസ്റ്റിനെ നമ്മൾ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയമായിട്ട് നിശ്ചയിച്ചിരിക്കുന്നു. ആ രേഖയിലുള്ള പ്രാദേശിക സമയത്തെയാണ് ഇന്ത്യയുടെ മാനക സമയമായിട്ട് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈമായിട്ട് തീരുമാനിച്ചിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. ഗ്രീനിച്ച് രേഖയും 0 ഡിഗ്രിയും ഇന്ത്യയുടെ മാനക രേഖാംശമായിട്ടുള്ള 88.5 ഡിഗ്രി കിഴക്കും തമ്മിൽ എത്ര വ്യത്യാസമുണ്ട്? നേരത്തെ പറഞ്ഞ 4 മിനിറ്റിൻ്റെ കണക്കനുസരിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ കിട്ടും. നമുക്ക് പറയാം. 0 ഡിഗ്രി അക്ഷാംശ രേഖയിൽ സമയം എത്രയാണോ അതിനനുസരിച്ച് ഇന്ത്യയുടെ സമയ വ്യത്യാസം എത്രയാണെന്ന് വെച്ചാൽ നമുക്കിതിൻ്റെ ആൻസർ അറിയാം. 5.5 മണിക്കൂറാണ് എന്നുള്ളത്. അതെങ്ങനെയാണ് വരുന്നത്? 82.5 ഡിഗ്രിക്ക് 4 മിനിറ്റ് വെച്ച് വ്യത്യാസം വരുമ്പോൾ എത്ര വരും? 82.5ക്ക് 4 മിനിറ്റ് 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടും? 330 എന്ന് കിട്ടും. 330 മിനിറ്റ് എന്ന് കിട്ടും. 330 മിനിറ്റിനെ മണിക്കൂറിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 60 ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്ര കിട്ടും? 5 മണിക്കൂർ 30 മിനിറ്റ് എന്ന് കിട്ടും. അതാണ് ഇവിടുത്തെ വ്യത്യാസം. 5 മണിക്കൂർ 30 മിനിറ്റാണ് സമയ വ്യത്യാസം. ഓക്കെ. ഇനി ടൈം സോൺസ് അല്ലെങ്കിൽ സമയമേഖല. ഇന്ത്യക്ക് ഒരു സമയമേ ഉള്ളൂ, ഒരു സമയമേഖലയാണ് വരുന്നത്. അങ്ങനെ സമയമേഖലകൾ എങ്ങനെയാണ് വരുന്നത് നോക്കാം. അന്താരാഷ്ട്ര ധാരണ പ്രകാരം ലോകത്തെ 1 മണിക്കൂർ സമയ വ്യത്യാസത്തിൽ 24 മേഖലകളായി തിരിച്ചിട്ടുണ്ട്. ഇവയാണ് സമയമേഖല. ഓരോ മേഖലയിലും 15 ഡിഗ്രി രേഖാംശ രേഖ വ്യാപ്തി ഉണ്ട്. ഓരോ മേഖലയിലും 15 ഡിഗ്രി രേഖാംശ രേഖയുടെ വ്യാപ്തിയാണ് ഉള്ളത്. പൊതുവെ ലോകത്തെ 24 ഓരോ മണിക്കൂർ സമയ വ്യത്യാസത്തിൽ 24 മേഖലകളായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. ഇവിടെ തന്നിട്ടുള്ള പോലെ ലോകം സമയ മേഖലകൾ ഇത്തരത്തിൽ 24 തരംതിരിച്ചിട്ടുള്ളത്. ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തുള്ള സംസ്ഥാനമായ അരുണാചൽ പ്രദേശും പടിഞ്ഞാറേ അറ്റത്തുള്ള ഗുജറാത്തും തമ്മിൽ ഏകദേശം 2 മണിക്കൂറാണ് സമയ വ്യത്യാസം. നമുക്ക് നേരത്തെ അറിയാം. വ്യത്യാസം കുറവായതുകൊണ്ട് തന്നെ രാജ്യത്ത് പൊതുവായിട്ട് ഒരു മാനക സമയം തിരഞ്ഞെടുക്കുന്നത് കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകില്ല. എന്നാൽ ഇന്ത്യ പോലെയല്ല മറ്റ് രാജ്യങ്ങൾ. രേഖാംശ വ്യാപ്തി കൂടുതലാണ്. റഷ്യ, കാനഡ, USA, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിൽ ഇവയ്ക്ക് ഒരു സമയമേഖല ഇതുപോലെ ഒരു സമയമേഖല മതിയാകില്ല. അതാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. അവയ്ക്ക് നിരവധി സമയമേഖലകളും മാനക സമയങ്ങളും ഉണ്ടാകും. ഇന്ത്യക്ക് ചെറിയ വ്യത്യാസമേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ ഒരു മാനക സമയം മതി. എന്നാൽ വ്യാപ്തി കൂടുതലായിട്ടുള്ള കാനഡ, റഷ്യ, USA, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിൽ സമയമേഖലകൾ നിരവധി ആവശ്യമാണ്. മാനക സമയത്തിലും വ്യത്യാസമുണ്ടാകും. അന്താരാഷ്ട്ര ദിനാങ്ക രേഖ, ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ. ഗ്രീനിച്ച് രേഖയിൽ ഡിസംബർ 25 വൈകുന്നേരം 6 മണിയായിരിക്കുമ്പോൾ 180 ഡിഗ്രി കിഴക്കും 180 ഡിഗ്രി പടിഞ്ഞാറും സമയം വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ ദിവസവും
എന്നാൽ 180 ഡിഗ്രി കിഴക്കും 180 ഡിഗ്രി പടിഞ്ഞാറും രേഖാംശ രേഖകൾ ഒരൊറ്റ രേഖാംശ രേഖയാണെന്ന് നമുക്ക് മനസ്സിലാവും. ഇതിങ്ങനെ കറങ്ങി വരുന്ന സമയത്ത് 180 ഡിഗ്രി കിഴക്കും പടിഞ്ഞാറും തിരിഞ്ഞു വരുമ്പോൾ ഒന്നാണ്. അതായത് 180 ഡിഗ്രി രേഖാംശ രേഖയുടെ ഇരുവശത്തുമായി 24 മണിക്കൂർ സമയ വ്യത്യാസമാണ് ഉള്ളത്. ഈ രേഖ മുറിച്ച് കിഴക്കോട്ട് യാത്ര ചെയ്യുന്ന വ്യക്തിക്ക് ഒരു കലണ്ടർ ദിനം നഷ്ടമാവുകയും പടിഞ്ഞാറോട്ട് യാത്ര ചെയ്യുന്ന വ്യക്തിക്ക് ഒരു ദിവസം അധികം ലഭിക്കുകയും ചെയ്യും. ഇവിടെ പിക്ചറിലേക്ക് നോക്കാം. ഇവിടെ തന്നിട്ടുള്ളതുപോലെ ഗ്രീനിച്ച് രേഖയിൽ ഡിസംബർ 25-ന് 6 മണി വൈകുന്നേരമാണ്. ഇതിൽ 180 ഡിഗ്രി കിഴക്കോട്ടും 180 ഡിഗ്രി വടക്കോട്ടും വരുന്ന സമയത്തിൽ വ്യത്യാസമില്ല, എന്നാൽ ദിവസം വ്യത്യാസപ്പെട്ടിരിക്കുന്നുണ്ട്. കാണാൻ പറ്റുന്നുണ്ടോ? ഈസ്റ്റിലേക്ക് വരുന്ന സമയത്ത് ഡിസംബർ 26 ഒരു ദിവസം മുന്നോട്ട് പോയി. എന്നാൽ വെസ്റ്റിലേക്ക് പോകുന്ന സമയത്ത് ഡിസംബർ 25 6 AM ആണ്. അവിടെ സമയം മാത്രമാണ് നമുക്കിവിടെ വ്യത്യാസപ്പെട്ടിട്ടുള്ളത്. ഡിസംബർ 25 6 PM-ന് 0 ഡിഗ്രി ആയിരിക്കുമ്പോൾ അവിടെ നിന്ന് മുന്നോട്ടേക്ക് 180 ഡിഗ്രി ഈസ്റ്റിലേക്ക് പോകുമ്പോൾ ഡിസംബർ 26 6 AM ആയും അനുഭവപ്പെടുന്നു. എന്നാൽ 180 ഡിഗ്രി വെസ്റ്റിലേക്ക് പോകുന്ന സമയത്ത് ഡിസംബർ 25 6 AM ആയിട്ടുമാണ് അനുഭവപ്പെടുന്നത്. അതായത് ഈസ്റ്റിലേക്ക് പോകുന്ന സമയത്ത്, കിഴക്കോട്ട് യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു കലണ്ടർ ദിനം നഷ്ടമാവുന്നതായിട്ട് സങ്കല്പിക്കുന്നു. അതുപോലെ തന്നെ വെസ്റ്റിലേക്ക്, പടിഞ്ഞാറോട്ടേക്ക് പോകുമ്പോൾ സമയം 6 PM ആയിട്ടുള്ള, ഇവിടെ 6 AM ആയിട്ടുള്ളൂ. സമയം ലാഭമായതുപോലെ, സമയം അധികം, ഒരു ദിവസം അധികം ലഭിച്ചതുപോലെയുമാണ് കരുതുന്നത്. ഓക്കെ, അതാണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു രേഖ 180 ഡിഗ്രി എന്ന് പറയുന്ന രേഖ തുല്യമാണ്. അപ്പോൾ ഇതിലേ പോകുമ്പോഴും ഈ ലഭിക്കുന്ന രേഖയും ഈ രേഖയും ഒന്ന് തന്നെയാണ്. അപ്പോൾ ഇത്തരത്തിൽ ഏത് ഭാഗത്തേക്ക് പോകുന്നോ, കിഴക്ക് ഭാഗത്തേക്ക് സഞ്ചരിക്കുന്ന വ്യക്തിക്ക് ഒരു കലണ്ടർ ദിനം നഷ്ടമാകുന്നതായിട്ടും പടിഞ്ഞാറ് ഭാഗത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ ഒരു ദിവസം അധികം ലഭിക്കുന്നതായിട്ടും സങ്കല്പിക്കുന്നു. അന്താരാഷ്ട്ര ഉടമ്പടി പ്രകാരം 180 ഡിഗ്രി രേഖാംശ രേഖയെ അന്താരാഷ്ട്ര ദിനാങ്ക രേഖയായിട്ട് കണക്കാക്കുന്നു. 180 ഡിഗ്രി രേഖാംശ രേഖയെ അന്താരാഷ്ട്ര ദിനാങ്ക രേഖയായിട്ടാണ് കണക്കാക്കുന്നത്. ഈ രേഖ മുറിച്ച് പടിഞ്ഞാറോട്ട് പോകുന്ന സഞ്ചാരികൾക്ക് ഒരു ദിവസം കൂട്ടി ലഭിക്കും. അതുപോലെ കിഴക്കോട്ട് പോകുന്ന സഞ്ചാരികൾക്ക് ഒരു ദിവസം കുറഞ്ഞുമാണ് ലഭിക്കുന്നത്. ഒരു ദിവസം കുറച്ചുമാണ് സമയം കണക്കാക്കുന്നത്. ഇവിടെ ലിറ്ററലി നമുക്ക് സമയം നഷ്ടവും ലാഭവും ഒന്നും സംഭവിക്കുന്നില്ല, കലണ്ടറിൽ ചേഞ്ച് സംഭവിക്കുന്നു എന്ന് മാത്രമാണ്. ഓക്കെ, ഇതാണ് അന്താരാഷ്ട്ര ദിനാങ്ക രേഖ. ഈ രേഖ നേർരേഖയിലല്ല കൊടുത്തിട്ടുള്ളത്, ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ വരുത്തിയിട്ട്, അതായത് അന്താരാഷ്ട്ര ദിനാങ്ക രേഖ കടന്നു പോകുന്ന രാജ്യങ്ങളിൽ വ്യത്യസ്ത സമയം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് ഈ ഒരു ദിനാങ്ക രേഖ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അന്താരാഷ്ട്ര ദിനാങ്ക രേഖ കടന്നു പോകുന്ന രാജ്യങ്ങളിൽ ഈ രേഖയുടെ ഇരുവശങ്ങളിലായി 2 ദിവസം വരുന്ന അവസ്ഥ ഒഴിവാക്കുന്നതിനായിട്ട് ദിനാങ്ക രേഖയിൽ ചില ക്രമീകരണങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഈ പിക്ചറിൽ കാണുന്നത് പോലെ പസഫിക് സമുദ്രത്തിൽ ജനവാസമുള്ള കരഭാഗങ്ങളെ ഒഴിവാക്കും വിധമാണ് രേഖ ക്രമീകരിച്ചിട്ടുള്ളത്. പസഫിക് സമുദ്രത്തിൽ ജനവാസ കേന്ദ്രങ്ങളെ ഒഴിവാക്കിക്കൊണ്ടാണ് ഈ ഒരു രേഖ ക്രമീകരിച്ച് വരച്ചിട്ടുള്ളത്. ഭൂമിയുടെ ഭ്രമണവും പരിക്രമണവും എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നത് എന്ന് നമ്മൾ കണ്ടു. ഭ്രമണവും പരിക്രമണവും സംഭവിക്കുമ്പോൾ രാവും പകലും വ്യത്യാസമായി വരുന്നു, ഋതുക്കൾ മാറ്റം വരുന്നു, അതുപോലെ പ്രഭാവങ്ങൾ വ്യത്യാസപ്പെട്ടു വരുന്നു. അതുമൂലം ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, അതൊക്കെ നമ്മൾ കണ്ടു. ഇതുമൂലം പ്രകൃതിയിൽ സംഭവിക്കുന്ന വൈവിധ്യമാർന്ന മാറ്റങ്ങൾ നമ്മുടെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് ഊർജവും ഉത്സാഹവും നൽകും. ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ ഋതുക്കളിലും സമയത്തിലും അനുഭവപ്പെടുന്ന വ്യത്യാസം ആ സ്ഥലങ്ങളിലെ സാമൂഹിക സാംസ്കാരിക ജീവിതത്തെ സ്വാധീനിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനായിട്ടുണ്ടായിരുന്നത്. പ്രധാനപ്പെട്ടൊരു ചാപ്റ്റർ തന്നെയാണ്, ധാരാളം ചോദ്യങ്ങൾ വന്നിട്ടുള്ള PSC ചോദ്യങ്ങൾ വന്നിട്ടുള്ള ഒരു ചാപ്റ്റർ കൂടിയാണ്. എല്ലാവർക്കും ഇത് ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. കുറച്ച് ടൈം സോൺസും മറ്റു കാര്യങ്ങളൊക്കെ കൺഫ്യൂസിങ് ആണ്, അതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷേ ഒന്ന് ശ്രദ്ധിച്ച് പഠിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ ഓർത്തിരിക്കാവുന്നതേ ഉള്ളൂ. ഇത് രസത്തിൽ പഠിച്ചു കഴിഞ്ഞാൽ ജോഗ്രഫി ശരിക്കും എളുപ്പമാണ്. അതുപോലെ മാപ്പ് വെച്ച് പഠിക്കാനായിട്ട് മാക്സിമം ശ്രദ്ധിക്കുക. സമയം കണ്ടെത്താൻ പറ്റുകയാണെങ്കിൽ അത് തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ ശ്രമിച്ചു കഴിഞ്ഞാൽ എന്തായാലും ഇത് നമ്മുടെ കയ്യിൽ നിന്ന് പോവില്ല. ജോഗ്രഫി അങ്ങനെ പഠിക്കുന്നതാണ് കുറച്ചും കൂടെ എളുപ്പം. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ചാപ്റ്റർ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച്.